പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരേ ഒരു വഴി അല്ലാഹുവിന്റെ റസൂൽ തുറന്നു തന്നിരിക്കുകയാ. ലോകത്തൊരുത്തനും നമ്മളെ മൂക്കി കേറ്റൂല, ലോകത്തൊരുത്തനെ കൊണ്ടും നമ്മളെ ഒന്നും തൊടാൻ പറ്റൂല. നമ്മുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഒരുത്തനെയും അല്ലാഹു അനുവദിക്കൂല. അത്രയും വലിയ വീര്യമുള്ള ഒരു ദിക്റാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ ഏത് പ്രതിസന്ധിയിലകപ്പെട്ടാൽ, അതാണ് ഞാൻ പറഞ്ഞത്, കടത്തിന്റെ മേലെ കടമായി നിങ്ങൾ കഴിയുകയാണോ, ദാരിദ്ര്യത്തിന്റെ കൈപ്പനീര് കുടിക്കുക ാണോ, പ്രതിസന്ധിയിലെ നടുകുഴിയിലാണോ, അതല്ല നിങ്ങൾ ഏതെല്ലാം വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾക്കൊരു സമ്മാനമായി ഞാനും ഉണർത്തി തരട്ടെ. നബി തങ്ങൾ പറയുകയാണ്, ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു രണ്ട് പ്രവാചകന്മാരെ നമുക്ക് മാതൃകാ പുരുഷന്മാരായി പരിചയപ്പെടുത്തുകയും ഒരു മാതൃക നമുക്ക് കാലഘട്ടത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് നമുക്ക് വിശദീകരിക്കാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുംതഹിനയിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീം. മനുഷ്യനാഗരികതയുടെ പ്രപിതാമകനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനാ. നിങ്ങൾക്ക് ഹബീബായ നബിതങ്ങളിലെ ഉത്തമമായ മാതൃകയുണ്ടത്രേ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇനി ഏത് ലബോറട്ടറിയിൽ കൊടുത്ത് പരിശോധിച്ചാലും, ഏതെല്ലാ സ്ഥലങ്ങളിൽ ചെന്ന് നിങ്ങൾ പരിശോധിച്ചാലും വേറൊരു പ്രവാചകനെ പറ്റി അല്ലാഹു ഉസ്വത്തുൻ ഹസന എന്ന് പറഞ്ഞതായിട്ട് കാണാൻ കഴിയില്ല. ആമുഖമായി ഞാൻ പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരും നമുക്ക് മാതൃകാ പുരുഷന്മാരാണ്. എല്ലാ സൂഫിയാക്കളും എല്ലാ ഔലിയാക്കളും അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ അകക്കണ്ണുകൊണ്ട് പടച്ചവന്റെ നാട്ടിനെ മനസ്സിലാക്കിയ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ നമുക്ക് മാതൃക തന്നെയാണ്. ഒരുപാട് മഹിളാരട്ടിനങ്ങളുണ്ട് പ്രിയപ്പെട്ട ഉമ്മ, അവരെല്ലാം നമുക്ക് മാതൃക തന്നെയാണ്, സംശയമില്ല. പക്ഷെ വിശുദ്ധ ഖുർആൻ പ്രത്യക്ഷമായിട്ട് രണ്ട് പ്രവാചകന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്ന് പറയുമ്പോൾ ഏതേത് മാതൃകകളെയാ നമുക്ക് പറയാൻ കഴിയുക? വെളുക്കുന്നത് വരെ അറിവുള്ളവർക്ക് പ്രസംഗിച്ചാൽ തീരില്ലല്ലോ. ഈ സാധുവായ ഞാൻ തന്നെ ഒരൊറ്റ പ്രത്യേകത മാത്രം 2 മണിക്കൂർ നിങ്ങളോട് പറയുമെങ്കിൽ എന്നെക്കാൾ അറിവുള്ള പ്രഭാഷകന്മാരിയിരിക്കുന്ന ഉസ്താദുമാർക്ക് എത്ര ദിവസങ്ങളിൽ പ്രസംഗിക്കാനുണ്ടാകും എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരൊറ്റ ഹദീസ് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് ഇമാം ബുഖാരി തങ്ങൾ തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസാ. ഇന്നത്തെ രാത്രി മുതൽ നമുക്ക് അമൽ ചെയ്യാനുള്ളതാ ചെറുപ്പക്കാരാ. മോഡിയുടെ രാജ്യത്ത്, ഈ അമിത്ഷായുടെ രാജ്യത്ത്, യോഗിയുടെ രാജ്യത്ത് ഇവിടെ നമ്മൾ ഓരോരുത്തരെ താമസിച്ചല്ലേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയപ്പെടുന്ന മാതൃക ഏറ്റവും വലിയ അഭികാമ്യമാണെന്നല്ല, അനിവാര്യമായ ഘട്ടത്തിലാണ് നമ്മളുള്ളത്. എന്താ റസൂലുള്ളാഹി പറഞ്ഞതെന്നറിയോ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ ഖാലഹാ ഇബ്രാഹീം ഹീന ഉൽഖിയ ഫിന്നാർ വഖാലഹാ മുഹമ്മദുർ റസൂലുള്ളാഹ് حين قالوا إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا. മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ അൽ-ബുഖാരി റളിയല്ലാഹു തആല അൻഹു തന്റെ സ്വഹീഹുൽ ബുഖാരി എന്ന സഹഹുൽ കുതുബ് ബഅദ കിതാബില്ലാഹ് വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ പ്രാമാണിക ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. മുജാഹിദ് അംഗീകരിക്കുന്ന ബുഖാരി, ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്ന ബുഖാരി, തബ്ലീഗ് പ്രസ്ഥാനങ്ങൾ അംഗീകരിക്കുന്ന ബുഖാരി, എല്ലാ സുന്നി സംഘടനകളും അംഗീകരിക്കുന്ന ബുഖാരി, പാർലമെന്റ് പോലും അംഗീകരിക്കുന്ന ബുഖാരി. ആ ബുഖാരി ശരീഫിലെ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ വിപ്ലവകരമായ മുദ്രാവാക്യമുണ്ടല്ലോ, ഏറ്റവും വലിയ മന്ത്രമുണ്ടല്ലോ, ഏറ്റവും വലിയ മന്ത്രമുണ്ടല്ലോ. ഹീന ഉൽഖാലഹാ ഇബ്രാഹീം ഹീന ഉൽഖിയ ഫിന്നാർ. നമ്രൂദ് എന്ന ഭരണാധികാരി അഗ്നിജ്വാലയുണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഇബ്രാഹിം നബിയെ തള്ളിയിടുമ്പോൾ ഇബ്രാഹിം നബി ആ തീക്കുണ്ടാരത്തിൽ കിടന്ന് പറഞ്ഞതെന്താ? ഹസ്ബുനല്ലാഹ്
വനിഅമൽ വകീൽ. റസൂലുള്ളാഹി വീണ്ടും പറയുകയാണ്, വഖാലഹാ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ദൂതനായ ഞാനും പറഞ്ഞു സഹാബത്തെ, ഹീന ഉൽഖീന ഖാലൂ ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹു ഫസാദഹും ഈമാനാ. ഹിജ്റയുടെ നാലാം കൊല്ല ബദർ സുഗ്റ എന്നറിയപ്പെടുന്ന ഉഹദ് കഴിഞ്ഞുള്ള ബദറുണ്ടല്ലോ, ഉഹദിന് മുമ്പുള്ള രണ്ടാം വർഷത്തിലുള്ള റമളാനിൽ നടന്ന ബദറല്ല, ഹിജ്റ നാലാമത്തെ വർഷം, ഹിജ്റ 4 കൊല്ലം ഉഹദ് കഴിഞ്ഞിട്ട് ശഅബാൻ മാസത്തിൽ നടന്ന ഒരു ബദർ സുഗ്റയുണ്ട്. അതേതാണെന്ന് ഞാൻ പിന്നീട് വിശദീകരിക്കാം. ആ സമയത്തും അല്ലാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും മുമ്പിൽ വന്ന ആളുകൾ പറഞ്ഞു, നുഐം ബിൻ മസ്ഊദ് എന്ന് പറയുന്ന ഒരു മാരണ കൂലി വാങ്ങുന്ന അബ്ദുള്ള കുട്ടിയെ പോലുള്ള ഒരു തമ്മെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? എല്ലാവരും നിങ്ങളെ പിടിച്ചു മൂക്കിക്കേറ്റാൻ വരികയാണ്. അബൂ സുഫിയാൻ സർവായുധ സന്നദ്ധനായി എല്ലാ പടയെടുത്തു വരികയാണ് എന്ന് പറഞ്ഞപ്പോ അവരുടെ വാരിയല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളത്തിൽ ഈമാനിന്റെ പ്രഭയല്ല തുറന്നു കൊടുക്കുകയാ. വഖാലൂ ഹസ്ബുനല്ലാഹ്, അല്ലാഹ് ഞങ്ങൾക്ക് മതിയടാ എന്ന് തന്റെ ഇടത്തോടെ സഹാബത്ത് പറഞ്ഞു. ഞാനും പറഞ്ഞു സഹാബാ എന്ന് മദീനയുടെ മണവാളം പരിചയപ്പെടുത്തിയ ഒരേ ഒരു ഉസ്വത്ത് നിങ്ങളോട് ഞാൻ പറയുകയാ. നമുക്കൊന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ്, ഈ 2 ഘട്ടങ്ങളും ഒന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു ചെറിയ കാര്യം നിങ്ങളോട് പറയാ. അത് എനിക്ക് ചെറുതാ, നിങ്ങൾക്ക് ചെറുതാ, പക്ഷെ ഒരു പ്രതിസന്ധി വരുമ്പോ നമുക്കത് വല്ലാത്ത വലിപ്പമുള്ളതാ. അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് ഞാൻ ആമുഖമായി ബറക്കത്തിനോദിയത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി വന്നാൽ, നിങ്ങളുടെ പൊന്നുമക്കള് തീവ്ര പരിചരണ വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണോ, നിങ്ങളുടെ ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടവിടെ ജയിലിലാണോ, അതല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഏതെല്ലാം പ്രശ്നത്തില് പ്രതിസന്ധികളിൽ നിങ്ങൾ അകപ്പെട്ടു പോയാൽ, ഇത് പറയുന്നതാരാണ്? ആകാശ ലോകത്ത് നിന്ന് ഒരു അറിയിപ്പ് കിട്ടാതെ ചെഞ്ചുണ്ടുകളെ ചലിപ്പിക്കാത്ത അല്ലാഹ് അറിയിച്ചു കൊടുക്കാത്തതൊന്നും ഇന്നേ വരെ റസൂലുള്ളാഹ് പറഞ്ഞിട്ടില്ല. നബി തങ്ങൾ മിണ്ടിയിട്ടില്ല, നബി തങ്ങൾ ചുണ്ട് ചലിപ്പിച്ചിട്ടില്ല. ആ പ്രവാചകന്റെ വാക്ക് അല്ലാഹുവിന്റെ വാക്ക് തന്നെയാണ്, സംശയമില്ല. അതുകൊണ്ട് എന്റെ മുസ്ലിം പെങ്ങളെ, ഏത് പ്രതിസന്ധി വന്നാലും ഏതെങ്കിലും ഒരു കള്ളമന്ത്രവാദിയുടെ മുമ്പിൽ ചെല്ലലല്ല, ഏതെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ട് പണപ്പിരിവ് നടത്തുന്ന മന്ത്രവാദിയുടെ മുമ്പിൽ പോകലല്ല. നിങ്ങൾ നിങ്ങൾക്കും എനിക്ക് റസൂലുള്ളാഹ് വരച്ചു കാട്ടിയ സുതാര്യമായ, സുവ്യക്തമായ, സുസജ്ജമായ ഒരു രീതി നമുക്ക് റസൂലുള്ളാഹ് കാണിച്ചു തന്നു. അത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഏത് പ്രയാസം വന്നാലും ഏത് പ്രശ്നം അഭിമുഖീകരിച്ചാലും എന്തിനാ മക്കളെ സങ്കടപ്പെടുന്നത്? നബി തങ്ങൾ ചോദിക്കുകയാ, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? നിങ്ങൾ എന്തിനാ ആശ്ചര്യത്തോടെ സങ്കീർണമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോ സങ്കടപ്പെട്ട് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ വഖഅതും ഫിൽ അംരിൽ അലീമായ ഒരു വിഷയത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോയാൽ, എന്നെ ഇന്ന് കേൾക്കാൻ വേണ്ടി കുമ്മനോട് ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളോട് പെണ്ണുങ്ങളോട് പറയുകയാ, ഏതൊരു പ്രതിസന്ധി നിങ്ങൾക്ക് വന്നാൽ, ഏതൊരു വിഷമം നിങ്ങൾക്ക് വന്നാൽ, എനിക്കുമുണ്ട് വിഷമം, നിങ്ങൾക്കുമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരേ ഒരു വഴി അല്ലാഹുവിന്റെ റസൂൽ തുറന്നു തന്നിരിക്കുകയാ. ലോകത്തൊരുത്തനും നമ്മളെ മൂക്കി കേറ്റൂല, ലോകത്തൊരുത്തനെ കൊണ്ടും നമ്മളെ ഒന്നും തൊടാൻ പറ്റൂല. നമ്മുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഒരുത്തനെയും അല്ലാഹു അനുവദിക്കൂല. അത്രയും വലിയ വീര്യമുള്ള ഒരു ദിക്റാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ ഏത് പ്രതിസന്ധിയിലകപ്പെട്ടാൽ, അതാണ് ഞാൻ പറഞ്ഞത്, കടത്തിന്റെ മേലെ കടമായി നിങ്ങൾ കഴിയുകയാണോ, ദാരിദ്ര്യത്തിന്റെ കൈപ്പനീര് കുടിക്കുകയാണോ, പ്രതിസന്ധിയിലെ നടുകുഴിയിലാണോ, അതല്ല നിങ്ങൾ ഏതെല്ലാം വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾക്കൊരു സമ്മാനമായി ഞാനും ഉണർത്തി തരട്ടെ. നബി തങ്ങൾ പറയുകയാണ്, ഫഖൂലൂ ഹസ്ബുനല്ലാഹ്, നിങ്ങൾ ചൊല്ലിക്കോ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ആ ദിക്റിന്റെ അർത്ഥമെങ്ങാനും നമ്മൾ അറിയേണ്ട വിധം അറിഞ്ഞാൽ, ഹസ്ബുനല്ലാഹ്
വനിഅമൽ വകീൽ എന്ന് പറയുന്ന ദിക്റിന്റെ അർത്ഥമെങ്ങാനും അറിയേണ്ട വിധം നമ്മൾ അറിഞ്ഞ വല്ലാഹി എന്റെ പ്രിയപ്പെട്ടവരെ ഹൃദയത്തിന്റെ ഭിത്തികൾ പൊട്ടിപ്പോകും, അതിന് സംശയമില്ല. അതറിഞ്ഞവരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നെന്ന് നിങ്ങൾക്കറിയോ? കേവലം 17 വയസ്സുകാരനാ. 16 വയസ്സ് കഴിഞ്ഞ് 17ലേക്കുള്ള നടപ്പ് പ്രായത്തിലാണ് നമ്രൂദ് ഒരുക്കിയ അഗ്നികുണ്ഡാരത്തിലേക്ക് ഇബ്രാഹിം നബി എറിയപ്പെട്ടത്. 16 വയസ്സുകാരൻ നിങ്ങളുടെ മക്കളിലില്ലേ? നിങ്ങളുടെ മക്കളുടെ മക്കളിലില്ലേ? നിങ്ങളിൽ എത്ര 16 വയസ്സുകാരുണ്ട്? ചിന്തിച്ചു നോക്ക്. ഒരു നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ അഗ്നികുണ്ഡാരം അത് സാധാരണ തീയാണോ? ഏതെങ്കിലും ഒരു ചെറിയ തീയാണോ? അടുപ്പിൽ കൂട്ടുന്ന തീയാണോ? അല്ലെങ്കിൽ നമ്മൾ വിശാലമായി അല്പം കൂടി പറഞ്ഞാൽ ഫയർ ആൻഡ് റെസ്ക്യൂ പ്രവർത്തകർ വന്ന് അണക്കേണ്ട ഏതെങ്കിലും തീപിടുത്തമാണോ? അല്ല. ഏത് തീയാണ്? ആ കാലഘട്ടത്തിൽ വിറക് പൂജയുണ്ടായിരുന്നത്രേ. അറിയോ? ഹദീസിന്റെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത്, ഉദാഹരണം കൊടുത്തിരിക്കാൻ ആ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് പറയുമത്രേ, എന്റെ ഉമ്മയുടെ വയറുവേദന മാറിയാൽ ഇബ്രാഹിമിനെ കരിക്കുന്ന അഗ്നികുണ്ഡാരത്തിലേക്ക് 10 കെട്ട് വിറക് നേർച്ച. വാപ്പാന്റെ രോഗം മാറിയാൽ ഇബ്രാഹിയെ കരിക്കുന്ന അഗ്നികുണ്ഡാരത്തിലേക്ക് 2 കെട്ട് വിറക് നേർച്ച. ഇവിടെ പള്ളികളില് ഇന്റർലോക്കും സിമന്റും പിരിക്കുന്നത് പോലെ എന്റെ തലവേദന 2 പാക്കറ്റ് എന്ന് പറയും. അല്പം കൂടെ അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഇഷ്ടികയും കേരളത്തിൽ നിന്ന് പോലും പല ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജിച്ചു കൊണ്ടുപോയി. അങ്ങനെ ഇന്നത്തെ ശിലാപൂജയും ഇന്നത്തെ മറ്റുള്ള നേർച്ചകൾ പോലെ അന്ന് ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിലെ ഓരോ സ്ത്രീകളും ഓരോ കുഞ്ഞുങ്ങളും ഓരോ പുരുഷന്മാരും ഓരോ വൃദ്ധകളും വൃദ്ധരും അവരെ നേർച്ചയാക്കുമായിരുന്നു. ഞങ്ങളുടെ രോഗം മാറിയാൽ ഇബ്രാഹിയെ കരിക്കുന്ന തീക്കുണ്ട 10 കെട്ട് 50 കെട്ട് വിറക്. അങ്ങനെ വലിയ വിറകിന്റെ കൂമ്പാരം വന്നിട്ട് അതിന് തീ കൊളുത്തിയിട്ട് എത്രത്തോളം കിലോമീറ്ററുകളോളം മുകളിലൂടെ പാറിപ്പറന്നു പോകുന്ന പറവകളുടെ ചിറക് കരിഞ്ഞ് താഴെ വിടത്തക്ക വണ്ണം അത്രയും വലിയ തീയായിരുന്നു. ആവി പിടിച്ചിട്ട് പക്ഷികൾ. ഇനി ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറഞ്ഞാൽ ഇത് ആര് കൊണ്ടുവന്ന് ഇബ്രാഹിം അതിനകത്ത് ഇടും? അത് ചർച്ചയായി. തീയിൽ കൊണ്ടൊന്ന് ഇടണമല്ലോ കരിക്കാൻ. എന്ത് ചെയ്തിട്ടാണ്? എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? പെണ്ണ് പിടിച്ചതുപോലെയാണോ? ഏതെങ്കിലും പെണ്ണ് പിടിച്ചതിന്റെ പേരിലാണോ? ഒരിക്കലുമല്ല. മെനിങ്ങാന്നും ഇന്നലെ രാത്രിയും ഒരു പോട്ടെ, ആ വിഷയങ്ങളെ പറ്റി ഞാൻ പറയുന്നില്ല. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു പെണ്ണ് പിടിച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ കള്ള് കച്ചവടം നടത്തിയതിന്റെ പേരിലോ അതല്ലെങ്കിൽ രാജ്യദ്രോഹം ചെയ്തതിന്റെ പേരിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പലിശയുടെ ഹോൾസെയിൽ ഡീലറായതിന്റെ പേരിലോ ഒന്നുമല്ല. അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു, റബ്ബിനെ വിശദീകരിച്ചു കൊടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ കൊല ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ബുദ്ധിശൂന്യനായ ഭരണാധികാരി നമ്രൂദ് എന്താ ചെയ്തെന്നറിയോ? നമ്രൂദ് തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട് കൊണ്ടിടാൻ കഴിവില്ലാതെ വന്നപ്പോൾ പ്രത്യേകതരം വില്ലും അമ്പും ഉണ്ടാക്കിയിട്ട് അമ്പിൽ കുത്തി നിർത്തിയിട്ട് വില്ലിൽ നിന്ന് എയ്തു വിട്ടു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നേരെ അങ്ങോട്ടത്തേക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പോ അമ്പിൽ കുത്തി നിർത്തിയിട്ട് വില്ല് കൊലച്ചിട്ട് നേരെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ കരിച്ച് കൊല്ലാൻ വേണ്ടി തീരുമാനമെടുത്തു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ. എല്ലാവർക്കും ചരിത്രം അറിയാം, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷേ എനിക്കൊരു പുതിയ അറിവായി കിട്ടിയത് നിങ്ങൾക്ക് പുതിയ അറിവായിരിക്കുമെന്ന് കരുതിയിട്ട് ഞാൻ പറയാം. എന്താണെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയോ? എന്ന് നമ്രൂദ് വന്നിട്ട് നോക്കും. എത്ര ദിവസം കടന്നു? 40 എന്ന അഭിപ്രായം ഉണ്ട്. ഇരിക്കുന്ന ഉസ്താദന്മാരൊക്കെ തഫ്സീർ പ്രസംഗിക്കുന്നവരും തഫ്സീർ പഠിപ്പിക്കുന്നവരുമാണ്. 40ന്റെയും 50ന്റെയും ഇടയിലാണെന്ന് അഭിപ്രായമുണ്ട്. അത്രയും നീട്ടിക്കൊണ്ട് പോണ്ട, കാരണം ഇന്നത്തെ ആളുകൾക്ക് ദഹിക്കൂല. പക്ഷേ അതിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു അഭിപ്രായം നമുക്ക് എടുത്തൂടെ? 7 ദിവസം ആ തീയിൽ കിടന്നു. രാവിലെ നമ്രൂദ് വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഉണ്ട് ഒരു ഇബ്രാഹിയെ കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ തീക്കകത്ത് 2 ഇബ്രാഹിം ഇരിക്കുന്നു. പടച്ചവനെ, ഇനി നടുക്ക് വെച്ച് കീറിയതാണോ? നോക്കുമ്പോൾ 2 ഇബ്രാഹിം, രണ്ടും ഒരുപോലത്തെ ഇബ്രാഹിം. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ ഖാസിനടക്കം ഇബ്നു കസീർ അടക്കം കൃത്യമായിട്ട് വ്യവസ്ഥാപിതമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, നിന്റെ അടുത്തിരിക്കുന്നത് ആരാ? അത് അള്ളാഹു എനിക്ക് വേണ്ടി തന്നൊരു മലക്ക.
ഒരു മലക്കിന് നേരം പോക്കിന് ടൈം പാസിന് വേണ്ടി എന്റെ അതേ കോലത്തിലും രൂപത്തിലും ഭാവത്തിലും എനിക്ക് അല്ലാഹു തന്നു. 7 ദിവസം കിടന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പുറത്തേക്ക് വന്നപ്പോ ഒരു രോമെങ്കിലും കരിയണ്ടേ, ഒരു രോമെങ്കിലും കരിയണ്ടേ? അത് കരിഞ്ഞില്ല എന്ന് മാത്രമല്ല, നമ്രൂദ് ചോദിച്ചു അത്ര ഇബ്രാഹിം നബിയോട്, നിന്റെ പടച്ചോനെ കൊണ്ട് ഞാനും വിശ്വസിച്ചോട്ടോ എന്ന്, നിന്റെ അള്ളാഹെ കൊണ്ട് ഞാനും വിശ്വസിച്ചോട്ടെ. ഇബ്രാഹിം നബി പറഞ്ഞു, വേണ്ടടാ, നീ വിശ്വസിക്കേണ്ട, നീയല്ലേ രാജാവ്, നീയല്ലേ റബ്ബ്, അങ്ങനെ അങ്ങ് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. എല്ലാവരും അവസാനം പറഞ്ഞിട്ടുള്ള ഇതാ, ഫിർഔൻ വെള്ളത്തിൽ മുങ്ങിച്ചാകുമ്പോൾ ആമന്നാബി റബ്ബി മൂസ, ആമന്നാബി റബ്ബി മൂസ എന്ന് പറയാൻ വേണ്ടി വാ തുറന്നപ്പോഴാണ് ജിബ്രീൽ അടുത്തട്ട് ചെന്ന് ചെളി വാരിയിട്ട് അവന്റെ വായിൽ കുത്തി ഇറക്കി വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മിണ്ടി പോകണടാ ശൈത്താനെ, നീ നിലവിളിച്ചാൽ അള്ളാഹു നിനക്ക് പുറത്തു നിന്ന് ചിലപ്പോ നീ രക്ഷപ്പെട്ടാൽ ഇനിയും മോടി വരാനുണ്ട്. ജിബ്രീൽ അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ പേര്, ഇനിയും അഹങ്കാരികൾ വരാനുണ്ട്, അവർക്കൊക്കെ നീ പാഠമായിട്ട് എന്നും ഇരിക്കണം. അതുകൊണ്ട് നീ വിളിക്കരുത്, നീ അള്ളാഹെ വിളിക്കരുത്, നീ വിളിച്ചാൽ എന്റെ അള്ളാഹ് കരുണ ചൊരിയും നിനക്ക്, അതുകൊണ്ട് നീ ഇപ്പൊ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് വായിൽ ചെളി കുത്തി ഇറക്കി വെച്ചു കൊടുത്തെന്നല്ലേ തഫ്സീറിൽ കാണുന്നത്, ചരിത്രത്തിൽ കാണുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും അവസാനം വിശ്വാസികളായിട്ടുണ്ട്. സ്വേച്ഛാധിപതികളും ഏകാധിപതികളുടെയും അവസാനത്തെ പതനം അത് ഇങ്ങനെ തന്നെയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നേരെ അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എത്രയോ കൊല്ലം കൊണ്ട് കേൾക്കുന്ന ചരിത്രമാണ്. അതിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആ സമയത്ത് അല്ലാഹു തആല അയച്ചു ആരെയാണെന്നറിയോ? നമ്മളെ അല്ലാഹു ഒരു പരീക്ഷണം പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ചില ആളുകളെ നമ്മളെ അടുത്ത് മുമ്പിലേക്ക് വിടും. ഞാൻ സഹായിച്ചോളാം, നിങ്ങളെ ഒന്നും നിങ്ങൾ പേടിക്കണ്ട എന്ന് പറയും. അപ്പൊ നമ്മൾ എല്ലാ തവക്കുലും അയാളുടെ തലയിൽ വെച്ചു കൊടുത്താൽ അല്ലാഹു പണി തരും. ഇബ്രാഹിം നബി അല്ലാഹു പരീക്ഷിച്ചു. എങ്ങനെ പരീക്ഷിച്ചെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അതാ കടന്നു വരികയാ ഖാസിനുൽ മിയാഹ്, മഴയുടെയും അതുപോലെ തന്നെ മേഘത്തിന്റെയും വെള്ളത്തിന്റെയും ഉത്തരവാദിത്വമുള്ള മലക്കിനെ അല്ലാഹു അയച്ചു. ആ മലക്കതാ ഇബ്രാഹിം നബി അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുമ്പോ നിമിഷ നേരം മതിയല്ലോ, ഇബ്രാഹിം നബിയുടെ അടുത്തെത്തിയിട്ട് ചോദിച്ചു, അന ഖാസിനുൽ മിയാ, അന മലക്കുൽ മിയാ, ഞാൻ വെള്ളത്തിന്റെ ഡ്യൂട്ടിയുള്ള മലക്കാട്, എന്റെ ഹെൽപ്പ് നിങ്ങൾക്ക് വേണോ? എന്റെ ആവശ്യം എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ? വേണ്ടി വന്നാൽ മഴ പെയ്യിപ്പിച്ചിട്ട് ഞാൻ ഈ തീയങ്ങ് കെടുത്തി കളയട്ടെ. ആ സമയത്ത് മഹാനായ ഇബ്രാഹിം നബി പറഞ്ഞെന്തെന്നറിയോ? വേണ്ട വേണ്ട, നിങ്ങളുടെ സഹായമൊന്നും എനിക്ക് വേണ്ട, അള്ളാഹു അയച്ചതാണെന്ന് ഇബ്രാഹിം നബിക്ക് അറിയാം. എന്നിട്ട് പോലും പറഞ്ഞു, വേണ്ട വേണ്ട, എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട. ആ മലക്ക് ലജ്ജിച്ച് നാണിച്ച് മടങ്ങി പോകുമ്പോ അതാ അല്ലാഹു രണ്ടാമതൊരു മലക്കിനെ വിടുകയാ. കാറ്റിന്റെ ജോലിയുള്ള, കാറ്റിന്റെ ഉത്തരവാദിത്വമുള്ള മലക്കിനെ വിടുകയാ. ആ മലക്ക് വന്നിട്ട് പറഞ്ഞു, ഞാനാണ് ഞാനാണ് കാറ്റിന്റെ ഉത്തരവാദിത്വമുള്ള മലക്ക്. വേണ്ടി വന്നാൽ ഈ തീയെ ഞാൻ ഇവിടെ അങ്ങ് മാറ്റി കളയട്ടെ, കാറ്റടിച്ചിട്ട് ഞാൻ അങ്ങ് മാറ്റിക്കളയട്ടെ. ആ സമയത്തും ഇബ്രാഹിം നബി പറഞ്ഞു, വേണ്ട വേണ്ട, പിന്നെ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നതെന്ന് മലക്കുകൾ ചോദിച്ചപ്പോൾ ആ സമയത്താണ് ഇബ്രാഹിം നബി പറഞ്ഞത്, ലാ ഹാജത ലീ ഇലൈക്കും, എനിക്ക് നിങ്ങളെ ഒരാവശ്യവും ഇവിടെയില്ല, എനിക്ക് നിങ്ങളെ ഒരു ആവശ്യവും ഇവിടെയില്ല. ഇതേത് പ്രതിസന്ധിയുടെ കഥയാണ് ചെറുപ്പക്കാരാ പറയുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിഞ്ഞ തീയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ. അത് പറവ പറന്നു പോകുന്നത് നമ്മുടെ വാക്കിന്റെ പൊലിമയ്ക്ക് പറയുന്നതാ, മാത്രമല്ല ചരിത്രത്തിന്റെ ഭാഗമാണ്. അതല്ലെങ്കിൽ അതിനകത്ത് വീണു പോകുന്ന സമയത്ത് അതിന്റെ വിറക് പൂജ നടത്തിയെന്ന് പറയുന്നത് തഫ്സീറിന്റെയും ചരിത്രങ്ങളുടെയും ഭാഗമാണ്. പക്ഷെ നിങ്ങൾക്കറിയോ ഖുർആൻ എന്താ തീയെപ്പറ്റി പറഞ്ഞതെന്ന്? ആ തീയെപ്പറ്റി ഖുർആനിന്റെ ഭാഷ ഏതെന്നറിയോ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല എങ്ങനെയാ രക്ഷപ്പെടുത്തേണ്ടത് നിങ്ങൾക്കറിയുമോ?
കഴിയുമല്ലോ. ആ തീയെപ്പറ്റി അല്ല പറഞ്ഞ വാക്കെന്തെന്നറിയോ? എന്റെ സഹോദരങ്ങളെ, സൂറത്ത് സാഫാത്ത് എടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ഖുർആനുമായി ബന്ധമുള്ളവരാണല്ലോ നിങ്ങൾ. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് സാഫാത്തിൽ അല്ല പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം നബിയെ കരിച്ച തീ ഏത് തീയാണെന്ന്. അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്, ഖാലുബ്നു ലഹു ബുനിയാനാ ഫഅൽഖൂഹു ഫിൽ ജഹീം. ഏത് തീയാണെന്നറിയോ? ഇബ്രാഹിം നബിയെ കരിക്കാൻ വേണ്ടി തയ്യാർ ചെയ്ത തീയുടെ പേര് പഠിച്ചു വെച്ചോ. അതാണ് എനിക്കൊരു പുതിയ അറിവാണ്, നിങ്ങൾക്കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞത്. ജഹീം എന്ന് പറഞ്ഞാ നിങ്ങൾക്കറിയോ? ജഹീം നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? ജഹീം എന്ന് പറയുന്ന നരകത്തിന്റെ തീയുടെ പേരാണ്. സുബ്ഹാനല്ലാഹ്, നരകത്തിന്റെ തീയെപ്പറ്റി അല്ലാഹു ഭൂമിയിൽ ദുനിയാവിലെ ഏതെങ്കിലും ഒരു തീക്ക് വേണ്ടി അല്ലാഹു പേര് കടമെടുത്തിട്ടുണ്ടെങ്കിൽ നരകത്തിന്റെ തീയുടെ പേര് ജഹീം എന്നാണ്. ആ നരകത്തിന്റെ പേര് ജഹീം എന്നാണ്. ആ നരകത്തിന്റെ പേരും നരകത്തിന്റെ തീയുടെ പേരും അല്ലാഹു ദുനിയാവിലെ ഏതെങ്കിലും ഒരു തീക്കോ ഏതെങ്കിലും ഒരു ചൂടിനോ അല്ലാഹു കടമെടുത്തിട്ടുണ്ടെങ്കിൽ ആ കടമെടുക്കപ്പെട്ട വ്യക്തി ആരാ? മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയെ കരിക്കാൻ വേണ്ടി തയ്യാർ ചെയ്ത തീയുടെ പേര് ജഹീം എന്നാണ്. ആ ജഹീം എന്ന് പറയുന്ന നരകത്തിന്റെ തീയാണ്. പക്ഷെ അല്ലാഹു ഇബ്രാഹിം നബിയെ കരിക്കുന്ന തീക്ക് കൊടുത്ത പേരും ജഹീം എന്നാ. അപ്പൊ മനസ്സിലായില്ലേ, ദുനിയാവിലെ ചൂട് പോലെയല്ല എന്ന്. നരകത്തിന്റെ സമാനമായ ചൂട് അല്ലാഹു ദുനിയാവിൽ കൊണ്ടുവന്നു. എന്നിട്ട് സഹായിക്കാൻ മാലാഖമാരെ വിട്ടു. അപ്പോഴെല്ലാം ഇബ്രാഹിം നബിയുടെ മറുപടി എന്താണ്? എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല, ആവശ്യമില്ല. ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബിയെ പറഞ്ഞതെന്താണ്? ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ആ ഒരു വാക്ക് ഞാൻ പറഞ്ഞു, ആ ഒരു വാക്ക് ഞാൻ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 7 ദിവസത്തോളം അഗ്നികുണ്ഡാരത്തിൽ കിടക്കുമ്പോൾ അല്ലാഹു നേരം പോക്കിന് മറ്റൊരു ഇബ്രാഹിമിനെ പോലുള്ള ഒരാളെ അയച്ചു കൊടുത്തിട്ട് അല്ലാഹു സഹായിച്ചില്ലേ? അല്ലാഹു രക്ഷപ്പെടുത്തിയില്ലേ? എങ്ങനെ അല്ല രക്ഷപ്പെടുത്തിയെന്നാണ്? ഈ ലോകത്തെ തീക്കൊരു പ്രത്യേകതയുണ്ട്, ഈ ലോകത്തെ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്, ഈ ലോകത്തെ കാറ്റിനൊരു പ്രത്യേകതയുണ്ട്. കാറ്റ് തീയുടെ കോലം കാണിക്കൂല, അതുപോലെ വെള്ളം തീയിന്റെ കോലം കാണിക്കൂല. ആരെങ്കിലും വെള്ളം വീണ് വെന്തു മരിച്ചെന്ന് പറയോ? ഇല്ല. ആ വെള്ളത്തിന് ചൂടുണ്ടായാൽ ചൂട് വെള്ളമായ പറയുന്നത്, അല്ലാതെ ഒരിക്കലും തീയിൽ വീണിട്ട് തണുത്തു മരിച്ചെന്ന് പറയൂല. അതുപോലെ വെള്ളത്തിൽ വീണിട്ട് കരിഞ്ഞു മരിച്ചോ എന്ന് പറയൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാറ്റിനും ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഇവിടെ അല്ലാഹു തീയിന്റെ സ്വഭാവത്തെ അങ്ങെടുത്ത് കളയുകയാണ്. അല്ലാഹു തീയിനോട് പറഞ്ഞതെന്തെന്നറിയോ? മലക്കിനോടല്ല അല്ല പറഞ്ഞത് മലക്കെ സഹായിക്കാ. അല്ല ഡയറക്റ്റ് ആയിട്ട് ഇടപെടുകയാ. അല്ലാഹു നേരിട്ട് ഇടപെടുകയാണ്. കാരണം എന്താ? ഇബ്രാഹിം നബി നേരിട്ട് പടച്ചവനെ ഏൽപ്പിച്ചു, അല്ലാതെ മലക്കുകളെ ഏൽപ്പിച്ചില്ല, സംരക്ഷകരെ വെച്ചില്ല. ഇബ്രാഹിം നബി നേരിട്ട് പടച്ചവനോട് കാര്യം പറഞ്ഞപ്പോ അല്ല നേരിട്ട് വിഷയത്തിൽ ഇടപെടുകയാണ്. ഇത് നമുക്ക് വലിയൊരു മാതൃകയാ. അതാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അത് നേരിട്ടുള്ള പ്രഖ്യാപനമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ല തീയോട് പറഞ്ഞതെന്താണ്? ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. സൂറത്തുൽ അംബിയായിൽ അല്ലാഹ് പറയുകയാണ്, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. എന്റെ ഇബ്രാഹിമിന് നീ തണുപ്പും രക്ഷയുമുള്ളതാകണേ തീയേ. അല്ലാഹു തീയിന്റെ സ്വഭാവം നേരെ വിരുദ്ധമാക്കി കൊടുത്തു. ആ തീ അല്ല തണുപ്പാക്കി കൊടുത്തെന്ന് മാത്രമല്ല, ആ തണുപ്പ് വല്ലാതെ കോച്ച് പോകുന്ന തണുപ്പല്ല, വസലാമാ, അഥവാ എയർ കണ്ടീഷനാക്കി കൊടുത്തു. അല്ലാഹുവിന്റെ ഇടപെടലാണ്. ഞാനിത് എന്തിനാ പറയുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവനെ ഈ മന്ത്രത്തിലൂടെ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനായപ്പോൾ അല്ലാഹു തആല ഡയറക്റ്റ് ആയിട്ട് ഇടപെട്ടു. തീയിന്റെ സ്വഭാവം തന്നെ അല്ലാഹു മാറ്റി തന്നു. നിങ്ങൾ നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ. ആരാണ് ഇബ്നു അബ്ബാസ്? വിശുദ്ധ ഖുർആനിനെ വിവരിച്ചു കൊടുക്കാൻ ഇബ്നു അബ്ബാസ് കഴിഞ്ഞുള്ള ലോകത്ത് വേറെ ആരും റളിയല്ലാഹു അൻഹുമാ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ പറഞ്ഞെന്നറിയോ?
നിങ്ങൾ കേട്ടോളേ, അള്ളാഹു അന്ന് ഒരിക്കലും സലാമൻ, അള്ളാഹു തആല സലാം എന്നൊരു വാക്കന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ലമാത്ത ഇബ്രാഹിമുൻ ബർദിഹാ, ഈ തീയിൽ വീണിട്ട് തണുത്ത് വിറച്ചിട്ട് ഇബ്രാഹിം നബി മരിച്ചു പോയനെ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മനസ്സിലായോ? തീയിൽ വീണപ്പോഴ് തണുത്ത് വിറച്ചിട്ട് മരിച്ചു പോയനെ. പക്ഷെ മരിക്കാത്ത കാരണം എന്താ? തീയോട് അല്ല പറഞ്ഞു, ബർദായ മാത്രം പോരാ, സലാമും കൂടി ആകണമെന്ന് പറഞ്ഞു, രക്ഷപ്പെടുന്ന തണുപ്പാകണമെന്ന് പറഞ്ഞു. അള്ളാഹു രക്ഷപ്പെടുത്തി. ഇനി കേട്ടോ, ലൗലം യഖുൽ അലാ ഇബ്രാഹിം, അള്ളാഹു ഇബ്രാഹിം എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, യാനാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിലോ, ഈ തീ എന്ന് പറയുന്ന സംഗതി ലോകത്ത് മുഴുവനും വെറും തണുത്ത വസ്തുവായി പോയേനെ. ആർക്കും ഉപയോഗമില്ലാത്ത അവസ്ഥയിൽ അള്ളാഹു അതിന്റെ സ്വഭാവത്തെ മാറ്റിമറിച്ച് ലോകം മൊത്തം തണുപ്പായി പോയേനെ. ആ തീ കൊണ്ടുള്ള ഗുണം നമുക്ക് കിട്ടാതെ പോയേനെ. അള്ളാഹുവിന്റെ ഇടപെടലാണ്. എന്തുകൊണ്ട്? ഇബ്രാഹിം നബി പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഒരു പ്രതിസന്ധി വന്നപ്പോ, ഇബ്രാഹിം നബിയുടെ പ്രതിസന്ധികളിൽ ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. അത് വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഇദാ വഖഅതും ഫിൽ അംരിൽ അലീമി ഫഖൂലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഒരെണ്ണം മാത്രം ഞാൻ പറഞ്ഞു. ഇതേ മാതൃക തന്നെ അഷ്റഫുൽ ഖൽക്കിലും ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾ ഉണർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷമങ്ങൾ ഉണ്ടായിരുന്നാലും നമുക്കുള്ള മരുന്ന് ഇതാണ്. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് എന്ത് വിഷമം വന്നെങ്കിലും, ഏത് വിഷമം വന്നാലും, ഇത് ലൈവാണോ? അല്ലല്ല, ഉറപ്പല്ലേ? എന്റെ ഒരു പ്രസംഗം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞ് പിന്നെ നിങ്ങൾ കൂടെ എന്നെ രാജ്യദ്രോഹി ആക്കാതിരുന്നാൽ മതി. അതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇപ്പോ സെൻകുമാർ എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നു. സെൻകുമാറിന്റെ ബുദ്ധിയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. റിപ്പബ്ലിക് ഡേ ആണെന്ന് വേൾഡ്, നമ്മുടെ രാജ്യത്ത് മൊത്തം ഹോളിഡേ ആണ് അല്ലേ? അങ്ങനെ റിപ്പബ്ലിക് ഡേ. ഇന്നിപ്പോ മൂപ്പരൊരു കുറിപ്പിട്ടിരിക്കുകയാണ്. എന്താണെന്നറിയോ? ഇന്ന് ഒരു മനുഷ്യച്ചങ്ങല ഉണ്ടായിരുന്നു. ആ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്ത കേന്ദ്ര ഉദ്യോഗസ്ഥരാരെങ്കിലും ജോലിക്ക് പോകാതെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരെ വീഡിയോ എനിക്കൊന്ന് തരണം, ഞാൻ കേന്ദ്രത്തിനോട് പറഞ്ഞിട്ട് പണി കൊടുക്കാമെന്ന്. എവിടെ പോവാത്ത ഉദ്യോഗസ്ഥന്മാര് ഇന്ന് പണിക്ക് പോകാതെ ഇതിൽ പങ്കെടുത്താൽ, ഹോളിഡേ ദിവസമാണ് റിപ്പബ്ലിക് ഡേ. ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് എന്നല്ല, സെൻട്രൽ ഗവൺമെന്റ് എന്നല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് പോലും ഹോളിഡേ ആണ്. ഒരു ജോലിയൊന്നില്ല. അതുപോലും അറിയാത്ത ഒരു DGP. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഏറെ പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടമാണിപ്പോ. ആകെ നമ്മൾ ഏറ്റവും വലിയ ഒരു പ്രയാസത്തിലും വിഷമത്തിലും ആകുന്ന ഒരു സമയമാണ്. മറുനാടൻ മലയാളി മാമ എന്നും പറഞ്ഞൊരെണ്ണുണ്ട്. അതിന് മാമാപ്പണിയാണ്. മാമാപ്പണി എന്ന് പറഞ്ഞാൽ ബ്രോക്കർ. ചിലർക്ക് ബ്രോക്കർ പണി നടത്തുന്നത്. അപ്പോ അതിന്റെ സക്കരിയ എന്ന് പറയുന്ന ഒരുത്തൻ എനിക്കത് 2-3 ദിവസം കൊണ്ട് അതിന് ഷെയറിച്ച് അതിനെ പോസ്റ്റ് ഇട്ടു. ഞാൻ രാജ്യദ്രോഹിയാണ്, എന്റെ രാജ്യസ്നേഹത്തിൽ അവന് സംശയം ഉണ്ടെന്ന്. അത് പിന്നെ പറയാം, അത് വേറൊരു വിഷയം. അപ്പൊ ഏതായിരുന്നാലും ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ പ്രതിസന്ധി അനുഭവിക്കുന്നവരാണ് നമ്മൾ. ഏത് പ്രതിസന്ധി ഇല്ലാത്ത ഒരാൾ ഇവിടെ ആരാ ഉള്ളത്? ഒന്ന് എണീക്കിൻ. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ യോഗ്യതയില്ല. ഞാൻ പറയുന്നതല്ല, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ പനി വരുന്നതിന്റെ മഹത്വം നബി തങ്ങളെ വിശദീകരിച്ചപ്പോൾ, പനി പിടിച്ചിട്ട് നിങ്ങൾ വിറയ്ക്കുമെന്ന് പറഞ്ഞ് ആ പനി വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെ പറ്റി കിട്ടി നബി തങ്ങളെ സഹാബത്തിനോട് പറഞ്ഞപ്പോ ഒരു സഹാബി എഴുന്നേറ്റ് ചോദിച്ചു, മൽഹുമ്മ യാ റസൂലല്ലാഹ്, ഈ പനി എന്ന് പറഞ്ഞാൽ എന്താ? മൽഹുമ്മ, ഈ പനി എന്ന് പറഞ്ഞാൽ എന്താ? നബി തങ്ങൾ പറഞ്ഞു, ഖും ലസ്ത മിന്നാ, എണീക്കടാ, നീ എന്നിൽപ്പെട്ടവനല്ല. എന്നിൽപ്പെടണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകണം നിനക്ക്. നിങ്ങൾക്കറിയോ, മദീനയിലൊരു പെണ്ണുണ്ടായിരുന്നു. സഹോദരിമാർക്ക് ചരിത്രം കേൾക്കാനാണ് താല്പര്യം. ഇപ്പോഴ് സഹോദരിമാർ പ്രതീക്ഷിക്കുന്ന എന്താണെന്നറിയോ? വാതിന് പോയിട്ടും കാര്യമൊന്നുമില്ല. എല്ലാ ഉസ്താദന്മാരും NRSയും അതുപോലെ തന്നെ CAയും അതുപോലെ NPR ഒക്കെയാ പറയുന്നത്. നമുക്ക് പണ്ടത്തെ പോലെ ഖബറൊന്നും പറഞ്ഞു തരുന്നില്ല. ഖബറൊക്കെ ഇനി എപ്പോഴാ പറയാ? നമ്മൾ ഖബറിനെക്കാളും വലിയൊരു ഭീകരമായ, അതിനേക്കാളും വലിയ ഖബറിലാണെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ സുഹൃതം ചെയ്ത ഖബറിനെ പോലെ സുഖമുള്ള വേറെ ഇടമില്ല. ഉണ്ടോ? ഖബറിനെ പോലെ സുഖമുള്ള വേറെ എവിടെ ഉള്ളത്? ഹൂർലിങ്ങൾ വന്നിറങ്ങുന്നു, സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നു, സ്വർഗീയ ഭക്ഷണം തരുന്നു, സ്വർഗീയ പാനീയം തരുന്നു.
ഇതിനപ്പുറം എന്താ സുഖമുള്ളത്? ഖബർ പോലെ സുഖം വേറെ എവിടെ ഉണ്ട് പറയും? ആരുടെയും ശല്യമില്ല, അയൽക്കാരുടെ കുശുമ്പില്ല, ഭർത്താവിന്റെ ശല്യമില്ല, ഭാര്യയുടെ ബുദ്ധിമുട്ടിക്കലില്ല, മക്കളുടെ ബഹളമില്ല, ആരുടെ ഒരു പ്രയാസം ഇല്ലാതെ സ്വസ്ഥമായിട്ട് ഖബറിൽ കിടക്കാം. ഖബർ സ്വർഗീയമാണ് അങ്ങനെ നമ്മൾ ജീവിച്ചാൽ. ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഖബറിനെക്കാളും ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമുക്ക് വേണ്ടി ഒരുങ്ങുന്ന ഡിറ്റക്ഷൻ ക്യാമ്പുകൾ അല്ലേ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ ഒരുക്കുന്നവർ കിടക്കുകയുള്ളൂ, നമ്മൾ കിടക്കേണ്ടി വരൂല. നമ്മൾ എന്തായിരുന്നാലും ഒന്നിൽ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ പള്ളിക്കാട്ടിൽ. ഈ രണ്ടാമത് സ്ഥലത്ത് നിന്ന് മൂന്നാമത് സ്ഥലത്തേക്ക് നമ്മൾ പോകില്ല, അത് 100% ഉറപ്പാണ്. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോഴും നമുക്ക് പാഠമായിട്ടൊരു ചെറിയ സംഭവം ഞാൻ പറയാം. മദീനയിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. സഹോദരിമാർ ശ്രദ്ധിച്ചു കേട്ടോ. ആ പെണ്ണ് എല്ലാ ദിവസവും തന്റെ ഭർത്താവ് മദീന പള്ളിയിൽ നിന്ന് വരുമ്പോ ഭർത്താവിനെ സ്വീകരിച്ച് വീട്ടിന്റെ റൂമിനകത്ത് കൊണ്ടുപോയി മതിയായ ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്ത് ഭർത്താവിനെ സന്തോഷിപ്പിച്ച് ഭർത്താവിന് കുളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത് എല്ലാം ഒരുക്കി കൊടുക്കുന്ന നല്ല സാലിഹത്തായ ഒരു പെണ്ണ്. ഭർത്താവിനെ വഴിപ്പെടുന്നതിലൂടെ മാത്രമേ തനിക്ക് സ്വർഗം കിട്ടൂ എന്ന് ബോധ്യം വന്ന ഒരു സാലിഹത്തായ പെണ്ണ്. ആ പെണ്ണ് ഒരു ദിവസം തന്റെ വീട്ടിന്റെ ഉമ്മറത്ത് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുമ്പോൾ തന്റെ ഭർത്താവതാ ഓടി വരികയാ മദീനത്തുൻ നബവിയിൽ നിന്ന്. ആ മനുഷ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, പെണ്ണെ കുറച്ച് വെള്ളം കൊണ്ടുവരുവോ കുടിക്കാൻ? വല്ലാത്ത ദാഹമാണ്, കുടിക്കാൻ കുറച്ച് വെള്ളം തരുവോ? ആ സമയത്തതാ ഭാര്യ കേട്ട പാതി കേൾക്കാത്ത പാതി അടുക്കളയിലോടുകയാ. ചെന്ന് വെള്ളപാത്രവുമായിട്ട് മടങ്ങി വരുമ്പോൾ അല്ലാ ഭർത്താവതാ മലർന്ന് തളർന്ന് ഉറങ്ങിപ്പോയി. ക്ഷീണം അത്രയ്ക്കായിരുന്നു. കിടന്ന് ഉറങ്ങിപ്പോയ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്ത് വന്ന് ആ പെണ്ണിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒരുപാട് ചിത്രങ്ങളെ മനസ്സിലൂടെ ഓടി മറയുകയാണ്, മിന്നി മറയുകയാ. എനിക്കും എന്റെ പ്രിയപ്പെട്ട മക്കൾക്കും വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവാ. രാവിലെ ജോലിക്ക് പോയിട്ട് മദീനത്തുൻ നബവിയിലെ വൈകുന്നേരത്തെ നബിതങ്ങളുടെ ക്ലാസ്സിലും പങ്കെടുത്ത് അവിടെ പറയുന്ന വിഷയങ്ങളൊന്നും തെറ്റാതെ എന്നോട് വന്ന് പഠിപ്പിച്ചു തരുന്ന എന്റെ പ്രിയപ്പെട്ട പ്രിയതമനാ, എന്റെ ഹൃദയത്തിന്റെ രാജകുമാരനാ. വെള്ളം ചോദിച്ചു വന്നപ്പോ ഞാൻ എടുത്തു വരുമ്പോഴേക്ക് ഉറങ്ങിപ്പോയല്ലോ. ഉറക്കത്തിൽ എന്റെ ഭർത്താവ് ദാഹമറിയില്ല. ഞാൻ ഈ ക്ഷീണം കൊണ്ടുറങ്ങുന്ന പ്രിയപ്പെട്ടവനെ വിളിച്ചുണർത്തിയിട്ട് വെള്ളം കൊടുക്കണോ? അതല്ല, ഉണരുന്നത് വരെ ഞാൻ ഇവിടെ കാത്തു നിൽക്കണോ? അവരുടെ മനസ്സിനകത്ത് പല ചിന്തകൾ ഓടി മറഞ്ഞു. അവസാനം അവരെ ചിന്തിച്ച് ഉറപ്പിച്ചത് എന്തെന്നറിയോ? ഉറങ്ങിക്കിടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവന് ക്ഷീണമറിയൂല, എന്റെ പ്രിയപ്പെട്ടവന് ദാഹമറിയൂല. എന്തായിരുന്നാലും ഉണരട്ടെ, ഉണരുമ്പോൾ വെള്ളം കൊടുക്കാ. ആ പ്രിയപ്പെട്ട ഭാര്യ ഒന്ന് ഇരുന്നില്ല. കാരണം കിടക്കണമെന്ന് തോന്നിയാലോ, കിടന്നില്ല കാരണം ഒന്ന് ഉറങ്ങിപ്പോയാലോ, ഉറക്കത്തിലെങ്ങാനും ഭർത്താവ് ഉണർന്നു പോയാ തന്റെ പ്രിയപ്പെട്ടവന് വെള്ളം കൊടുത്തില്ലെന്ന കാരണത്തിന്റെ പേരിൽ നാളെ പടച്ചവന് ശിക്ഷിക്കുന്നത് മാത്രമാണോ? എന്റെ പ്രിയപ്പെട്ടവനോട് ഞാൻ നന്ദികേട് കാണിച്ചവളാകൂലേ? അതുകൊണ്ട് ഉറങ്ങാതെ പാനപാത്രം പിടിച്ചിട്ട് ഒരു കാലിലും മറുകാല് മാറി ചവിട്ടിയിട്ട് നിൽക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് ആ സഹാബി ഉണർന്നതെന്നറിയോ? മദീനയിൽ 2 ബാങ്കുണ്ട് നമുക്കറിയുമല്ലോ. ഒന്ന് തഹജ്ജുദിന്റെ സമയത്തുള്ള ബാങ്കുണ്ട്, രണ്ടാമത് സുബഹിന്റെ സമയത്തും ബാങ്കുണ്ട്. ആ തഹജ്ജുദിന്റെ ബാങ്ക് കേൾക്കുന്ന സമയത്ത് 2 ബാങ്ക് കൊടുക്കാനും 2 മുഅദ്ദിൻമാരുണ്ട് പള്ളിയിൽ. ഒന്നാമത്തേത് മഹാനായ സയ്യിദുനാ ബിലാൽ. സഹോദരങ്ങളെ, മറ്റൊന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് തഹജ്ജുദിന്റെ ബാങ്ക് മുഴങ്ങി. ആ സമയത്താണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചാടി എഴുന്നേൽക്കുകയാ. അപ്പോഴാണ് ഭർത്താവ് ഉണർന്നത്. ഉണർന്നു നോക്കുമ്പോ തന്റെ മുമ്പിൽ വെള്ളപാത്രവും പിടിച്ചുകൊണ്ട് ഭാര്യ നിൽക്കുകയാ. ഈ പറയുന്ന പെരുമ്പാവൂരിലോ അതല്ലെങ്കിൽ കുമ്മനോടോ ഇങ്ങനത്തെ ഒരു പെണ്ണിനെ കാണാൻ കഴിയോ? ഇങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടാൻ നിങ്ങൾക്ക് എത്ര ജന്മം ജനിക്കേണ്ടി വരും എന്റെ ഭർത്താക്കന്മാരെ? ആ പെണ്ണത്രയും ഭാഗ്യവതിയാണ്, ഭർത്താവും അത്ര വലിയ ഭാഗ്യശാലിയാ. ആ പെണ്ണ് വെള്ളപാത്രം പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഭർത്താവ് പറഞ്ഞതെന്തെന്നറിയോ? പെണ്ണെ, മദീനയിൽ ഇത്രത്തോളം ഭർത്താവിനെ സ്നേഹിക്കുന്ന വേറൊരു പെണ്ണുണ്ടാവൂല.
ആകൂല. എത്ര സ്നേഹമാണ് മോളെ നിനക്ക് എന്നോട്, നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാം എന്റെ പൊന്നല്ലേ, അതുകൊണ്ട് എന്ത് വേണോ ചോദിച്ചോ. ഭാര്യ പറഞ്ഞു, വേണ്ട ഭർത്താവേ, ഒരു ഭാര്യയുടെ കടമയല്ലേ ഞാൻ നിർവഹിച്ചുള്ളൂ. എന്റെ കടമയാണ് എന്റെ പ്രിയപ്പെട്ടവനെ ഞാൻ ബഹുമാനിക്കണമെന്നുള്ളത്. ആ സമയത്ത് ഭർത്താവ് ഷാഠ്യം പിടിക്കുകയാ. ഇല്ല പ്രിയപ്പെട്ടവളെ, എന്തെങ്കിലും ഒന്ന് ചോദിക്കണം, എനിക്ക് സന്തോഷത്തിന് വേണ്ടി തരാനാ. ആ സമയത്ത് ഭാര്യ പറഞ്ഞു, വേണ്ട ഭർത്താവേ, ഇതെന്റെ കടമയാണ്. അല്ല മോളെ, എന്തെങ്കിലും ഒന്ന് ചോദിക്കടി പൊന്നുമോളെ, എന്തെങ്കിലും ഒന്ന് ചോദിക്ക്, ഞാനൊന്ന് തരട്ടെ എന്റെ മനസ്സിന്റെ സന്തോഷത്തിനാ. ഭാര്യ ചോദിച്ചു, ഞാൻ എന്ത് ചോദിച്ചാലും നിങ്ങൾ തരുവോ? നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാ. ഒന്നുകൂടി ചോദിച്ചു, പിന്നെ നിങ്ങൾ വാക്കുമാറ്റരുത്. ഇല്ല പ്രിയപ്പെട്ടവളെ, നിന്നോട് ഞാൻ വാക്കുമാറ്റി പറയുകയോ? ഇത്രയും സ്നേഹിക്കുന്ന ഒരു പെണ്ണിന് എനിക്ക് കിട്ടിയതെന്നെ പടച്ചോൻ തന്ന നിഅമത്തല്ലേ. അതുകൊണ്ട് നീ ചോദിക്കുന്നത് ആകാശത്തിന്റെ ചുവട്ടില് ഭൂമിയുടെ മുകളില് എന്തും ഞാൻ തരും പൊന്നുമോളെ, ചോദിച്ചോ. ആ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചതെന്തെന്നറിയോ പ്രിയപ്പെട്ടവനെ? എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ എനിക്ക് തരുവോ? ചോദിച്ചോ, എന്താ നിനക്ക് വേണ്ടത്? അവള് ചോദിക്കുന്നു, എന്നെ 3 തൊലാക്കുമൊന്ന് ചൊല്ലിത്തരുവോ? എന്നെ മൊഴി ചൊല്ലിയിട്ട് വീട്ടിലേക്ക് കൊണ്ടൊന്നു വിടുവോ? അത്ഭുതപ്പെട്ടു പോയി സംഭീതനായി, പരിഭ്രമചിത്തനായി, വിഷാദ വിഷണ്ണനായി, വ്യാകുല വിഖുലനായി ആ ഭർത്താവ് സ്തംഭിച്ചു നിൽക്കുകയാ. ആ ഭർത്താവ് ചോദിച്ചു, നിനക്ക് ഇതല്ലാത്ത വേറൊന്നും ചോദിക്കാനില്ലേ? ആ പെണ്ണ് പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു വാക്കുമാറരുതെന്ന്. നിങ്ങളൊരു സ്വഹാബിയാണ്, വാക്കുമാറ്റരുത്. എനിക്ക് നിങ്ങളെ തൊലാക്ക് വേണം, അത് 3 തൊലാക്ക് വേണം. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഭർത്താവ് പറഞ്ഞു, ഇല്ല, അത് മാത്രം നീ എന്നോട് ചോദിക്കല്ലേ, അതൊരിക്കലും എനിക്ക് താങ്ങാൻ പറ്റുന്നതല്ല. നീ ഇല്ലാതെ പിന്നെന്ത് ജീവിതമാ? നീ അത്രത്തോളം എന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചവളാ. ഒന്നുകൂടി തെളിയിക്കപ്പെട്ട രാത്രിയാണ് കഴിഞ്ഞ രാത്രി, അതുകൊണ്ട് എനിക്ക് അത് മാത്രം പറ്റില്ല മോളെ. അവള് പറഞ്ഞു, അതെനിക്ക് മാത്രം മതി, അത് എനിക്ക് വേണം, അത് മാത്രം എനിക്ക് മതി. അവസാനം വിഷയം റസൂലുള്ളാഹിന്റെ മുന്നിലെത്തിക്കാമെന്ന് പറഞ്ഞു. നേരം പരപരാ വെളുക്കാൻ പോകുന്നു. വിശ്വാസികൾ തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പോകുന്നവരുണ്ട്, വീട്ടിൽ നിസ്കരിക്കുന്നവരുണ്ട്. പല വീടുകളിലും എണ്ണ വിളക്കതാ തെളിഞ്ഞു വരികയാ. ഭർത്താവ് മുന്നിലും ഭാര്യ പിന്നിലുമായി നടന്നു. മദീനത്തുൻ നബവി എത്തി. ആ മദീനത്തുൻ നബവി എത്തുന്നത് വരെയും ഭർത്താവ് തിരിഞ്ഞു ചോദിച്ചു, പ്രിയപ്പെട്ടവളെ, മാറ്റം വല്ലതുകൊണ്ടോ? അവൾ പറഞ്ഞു, ഇല്ല, റസൂൽ തീരുമാനിക്കട്ടെ. അവസാനം മദീനത്തുൻ നബവി എത്തിയ ആവേശത്താ എന്റെ റസൂലുള്ള എനിക്ക് അനുകൂലമായ വിധി പറയുമെന്നുള്ള പ്രതീക്ഷയാ. ആ സഹാബി വേഗത്തിൽ നടക്കുമ്പോ കല്ലിൽ തട്ടിയിട്ട് മറിഞ്ഞു വീഴുകയാ. അപ്പോഴാണ് ഒരു ഭാര്യയുടെ സ്നേഹം തിരിച്ചറിയുക. ഒരു ഭാര്യ നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോഴല്ലേ ഭാര്യയുടെ വില അറിയൂ. ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ തള്ളിക്കളയുന്നത് ഭാര്യ. അത് ശാരീരികമായ ആസ്വാദനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമാണ്. നേരെ മറിച്ചൊരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ കൂടെ എല്ലാം അർത്ഥത്തിലും കൂടെ നിൽക്കുന്ന ഒരു ഭാര്യ. ആ ഭാര്യയായിരുന്നു ആ പെണ്ണ്. ഓടിച്ചെന്ന ഭർത്താവിനെ വാരി കോരിയെടുത്ത് മടിയിൽ കിടത്തിയിട്ട് തഴുകി തലോടുകയാ. എന്നിട്ട് ഭർത്താവിന്റെ മുഖത്തോട് നോക്കിയിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, ഇനി നമുക്ക് മദീനത്ത് പോണ്ട, ഇനി നമുക്ക് തിരിച്ചു വീട്ടിൽ പോയാലോ? അവന് ചോദിച്ചു, സഹാബി ചോദിച്ചു, എന്താ മോളെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. തൊട്ടു മുമ്പ് നീ അതിൽ നിന്ന് തീരുമാനത്തിൽ നിന്ന് മാറൂലെന്ന് പറഞ്ഞതല്ലേ, ഇപ്പൊ എന്താ നിനക്ക് പുതിയൊരു ബോധോദയം വന്നത്? അതൊക്കെ വീട്ടിൽ പോയിട്ട് പറയാ, നമുക്ക് തിരിച്ചു പോകാം. ഭർത്താവിന്റെ കൈ പിടിച്ച ഭാര്യ നടന്ന് വീട്ടിലെത്തുകയാ. വീട്ടിലെത്തിയിട്ട് ഭർത്താവിനോട് ചോദിച്ചു, പ്രിയപ്പെട്ടവനെ, നിങ്ങൾ എന്റെ ഭർത്താവായി എത്ര കൊല്ലം ജീവിച്ചു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതെനിക്ക് ഓർമ്മയുണ്ട്. നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എല്ലാ ദിവസവും മദീനത്തുൻ നബവിയിലെ മജ്ലിസിൽ നിന്ന് റസൂലുള്ളാഹിന്റെ പ്രഭാഷണത്തിന്റെ ശകലങ്ങൾ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരാറില്ലേ? അതേ, പഠിപ്പിച്ചു തരാറുണ്ട്. ഒരു വട്ടം റസൂല് പറഞ്ഞില്ലായിരുന്നോ, അള്ളാഹു ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവന് പരീക്ഷണങ്ങൾ കൊടുക്കുമെന്ന്? അവന്
പ്രതിസന്ധികൾ കൊടുക്കുമെന്ന് അതേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ ഭാര്യ എത്രയോ വർഷം ജീവിച്ചിട്ടൊരു പനി പോലും നിങ്ങൾക്ക് വന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു ജലദോഷം പോലും നിങ്ങൾക്ക് വരുന്നത് കണ്ടിട്ടില്ല. എനിക്ക് മനസ്സിലായി നിങ്ങളിൽ അല്ലാഹുവിന് ഇഷ്ടമൊന്നുമില്ലെന്ന്, നിങ്ങളോട് പടച്ചവനൊരു സ്നേഹമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാഹ് ഇഷ്ടപ്പെടാത്ത ഒരാളെ എനിക്ക് ഭർത്താവായിട്ട് വേണ്ടല്ലോ. അവസരം വന്നപ്പോ ഞാൻ നിങ്ങളോട് ത്വലാഖ് ആവശ്യപ്പെട്ടതാ. പക്ഷേ നിങ്ങൾ മദീന പള്ളിയുടെ മുമ്പിൽ നിങ്ങൾ കല്ലിൽ കാല് തട്ടിയിട്ട് മറിഞ്ഞു വീണില്ലേ? റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഒരു വിശ്വാസിയുടെ പാദത്തിന്റെ താഴെ ഒരു കള്ളിമുൾ ചെടി കൊണ്ടാൽ അത് അല്ലാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാ. നിങ്ങളെ മറിഞ്ഞൊന്ന് വീണപ്പോൾ എനിക്ക് മനസ്സിലായി അല്ലാഹുവിന് ഒരു അല്പം നിങ്ങളോട് സ്നേഹമുണ്ടെന്ന്. ഇനി നിങ്ങളല്ലാത്തൊരു ഭർത്താവ് എനിക്ക് വേണ്ട, നിങ്ങളെയും അല്ലാഹ് ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് ബോധ്യം വന്നല്ലോ എന്ന് പറഞ്ഞ് മദീനയിലേക്ക് തന്റെ പ്രിയപ്പെട്ട മാരന്റെ കൈ പിടിച്ചു കൊണ്ടുപോയ ഒരു മഹിളാരത്തിനമുണ്ട് ഉമ്മ. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനകത്ത് അസ്വസ്ഥതകൾ വന്നാൽ അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെട്ടതിന്റെ തെളിവാ. പകയന്മാരെ പടച്ചോനെ പന പോലെ വളർത്തൂലേ? വെള്ളം കൊടുക്കാതെ കഷ്ടപ്പെടുത്തുന്നവർക്കും അല്ലാഹ് യഥേഷ്ടം വെള്ളം കൊടുക്കൂലേ? പക്ഷെ അല്ലാഹുവിനെ വിശ്വസിക്കുന്നവർക്ക് പട്ടിണി കൊടുക്കൂലേ? എന്തുകൊണ്ടാണ്? അല്ലാഹ് ഇഷ്ടപ്പെട്ടാൽ അവന് പരീക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. തീ തൊടാത്ത തങ്കത്തിന് തിളക്കമില്ല, തീ തൊടാത്ത തങ്കത്തിന് തിളക്കമില്ല, തീ തൊടാത്ത തങ്കത്തിന് തിളക്കമില്ല. ഏത് സ്വർണം വെച്ച്, ഏത് സ്വർണം ഏത് തീയിൽ വെച്ച് കൃത്യമായിട്ട് അതിനെ കാച്ചിയെടുത്താലും മാത്രമാണ് തിളക്കമുണ്ടാവുക. അല്ലാഹ് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. കാരണം നമ്മൾ സഹാബത്തിനെ പോലെ പവറുള്ളവരല്ല, താബീങ്ങളെ പോലെ മഹത്വമുള്ളവരല്ല, തബഅ താബീങ്ങളെ പോലെ മഹാത്മ്യമുള്ളവരല്ല, സലഫ് സാലിഹീങ്ങളെ പോലെ ഇബാദത്തുള്ളവരല്ല, ഇമാമീങ്ങളെ പോലെ ഖുശൂഉം ഖുളൂഉം ഉള്ളവരല്ല. നമ്മുടെ മുൻഗാമികളായ മഹത്വമായ പണ്ഡിതന്മാരെ പോലെ നമുക്ക് അല്ലാഹുവിനോട് ഇഷ്ടമൊന്നുമില്ല. എന്നാലും പടച്ചവൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അവന് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു ചില പരീക്ഷണങ്ങൾ നമുക്ക് തന്നിരിക്കുകയാ. ഈ പരീക്ഷണങ്ങൾ നമുക്ക് വരുമ്പോ നമ്മൾ എന്താ വേണ്ടത്? ഈ അഷ്റഫുൽ ഖൽഖിൽ നമുക്ക് മാതൃകയുണ്ട്, ഇബ്രാഹിം നബിയിൽ നമുക്ക് മാതൃകയുണ്ട്. ആ മാതൃക ഏതാണ്? ഫഖൂലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിങ്ങൾ ഹസ്ബുനല്ലാഹ് ചൊല്ലണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മഞ്ഞ് പോലെ ഉരുകിപ്പോകും, മല പോലെ വരുന്നത്, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഞാൻ അനുഭവസ്ഥനാണ്. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത് നബി തങ്ങളുടെ ആ മാതൃക വിശദീകരിക്കുമ്പോൾ നമുക്കത് തിരിയും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് വിഷമം വന്നാലും എന്തു വന്നാലും, ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോ ലോകാവസാനം അടുത്തു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയാണ്. ഇല്ലേ? ലോകാവസാനം അടുത്തില്ലേ? ഇനി എന്താ വരാനുള്ളത്? ചില ആളുകൾ ചോദിക്കുന്നു, യജൂജും മഅജൂജും ആയിരിക്കുമല്ലേ ഉസ്താദേ രണ്ടുപേരും എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. കാര്യങ്ങൾ നിഷേധിക്കാൻ പറ്റില്ല. കാരണം അവർ രണ്ടുപേര് ദാബത്തുൽ അർളും ദജ്ജാലും പോലെ ഓരോ വ്യക്തികളല്ല. യജൂജും മഅജൂജ് എന്ന് പറയുന്നത് ഒരു സമൂഹമാണ്, ഒരു സൊസൈറ്റിയാണ്. അതുകൊണ്ട് ആയിക്കൂടാന്നില്ല, നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഞാൻ ആളിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലേ? അൽ-ആഖിലു തക്ഫീൽ ഇശാറ, ബുദ്ധിമാന സൂചന മതിയാവും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഇന്ത്യൻ പട്ടാളം നമുക്കറിയുമല്ലോ. നമ്മൾ ഉറങ്ങുമ്പോ അവര് ഉണർന്ന് നിൽക്കുന്നത് കൊണ്ടാ നമ്മൾ ഉറങ്ങുന്നത്, അല്ലേ? അവര് ഉണരുന്നത് കൊണ്ടാ നമ്മൾ ഉറങ്ങുന്നത്. ഞാൻ പലപ്പോഴും ഇന്ത്യയുടെ മിലിറ്ററിയെ പറ്റി, പട്ടാളക്കാരെ പറ്റി ഞാൻ അഭിമാനത്തോടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ യാത്രക്കാരാണ്. നാളെ രാവിലെ ഞാൻ ഏറനാട് എക്സ്പ്രസിൽ കാസർഗോഡേക്ക് ടിക്കറ്റ് എടുത്തിരിക്കാൻ. ഇതേപോലെ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ലോക്കൽ കമ്പാർട്ട്മെന്റിന്റെ ബാത്റൂമിന്റെ മുമ്പിൽ ഇന്ത്യയുടെ മിലിറ്ററിക്കാർ, ഇന്ത്യയുടെ പട്ടാളക്കാർ അവർ കിടന്ന് യാത്ര ചെയ്ത് വരുന്നത് ഡൽഹിയിൽ നിന്നൊക്കെ വരുന്ന വണ്ടികളിൽ, ട്രെയിനുകളിൽ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ബാത്റൂമിന്റെ മുമ്പിൽ തങ്ങളുടെ വസ്ത്രവും തങ്ങൾ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങി വരുന്ന സാധനങ്ങളും ഒരു ബാഗിൽ കെട്ടിവെച്ചിട്ട് ലോക്കൽ കമ്പാർട്ട്മെന്റിന്റെ ആ ബാത്റൂമിന്റെ മുന്നിൽ അവരിങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടാകും. ഇന്ത്യയുടെ പട്ടാളം വീട്ടിലേക്ക് വരികയാ ലീവിന്. അപ്പോഴോ
അവരുടെ സംരക്ഷണയിൽ കഴിഞ്ഞ നമ്മളിൽ പല ആളുകളും AC റൂമിനകത്ത് ടീ ടയറും ടൂ ടയറും AC-യിൽ വായും തുറന്ന് കൂർക്കവും വലിച്ച് കിടക്കുന്നുണ്ടാവും. നമ്മുടെ ക്വാളിറ്റി എന്താ? നമ്മൾ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ സന്തോഷകരമായ അവസ്ഥയിൽ പോകുമ്പോഴും ജീവൻ മരണ പോരാട്ടത്തിൽ ഇന്ത്യയുടെ പട്ടാളക്കാര്, ഇന്ത്യയുടെ അതിർത്തി കാത്തുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാര്, ആ പട്ടാളക്കാര് അവര് യാത്ര ചെയ്യാനുള്ള സൗകര്യം പോലും ഈ ഗവൺമെന്റുകൾ ചെയ്തു കൊടുക്കുന്നില്ല എന്ന് ഞാൻ പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് തെറ്റിദ്ധാരണ പരത്തുന്ന വിധം 2-3 ദിവസമായി സെൻകുമാർ സെൻഡ് ചെയ്തു. മറുനാടൻ മലയാളി മാമ എന്ന സക്കരിയ മാമാപ്പണി നടത്തിയിട്ട് അയാളും പോസ്റ്റ് ചെയ്തു എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതിനെ 10,000-4,000-ഓളം വരുന്ന ഷെയറുകൾ പല RSSകാരും അവരുടെ FB-യിൽ പോസ്റ്റ് ചെയ്തു. നിങ്ങൾ ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ പട്ടാളം നമുക്ക് അഭിമാനമാണ്. സന്ദർഭത്തിൽ നടത്തിയെടുത്തത് അവര് ആഘോഷിക്കുന്നതാണ്. ഞാൻ പറയുന്നത്, നമ്മൾ ഓരോരുത്തരും പ്രതിസന്ധികളിലും വിഷമങ്ങളിലും അകപ്പെടുമ്പോൾ നമുക്കാകെയുള്ള ഒരു വഴി ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അതല്ലാതെ വേറെ ഒന്നുമില്ല, അതല്ലാതെ വേറെ ഒന്നും നമുക്കില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് സുഖിക്കുന്നില്ല? നമുക്ക് എങ്ങനെ സുഖിക്കാൻ പറ്റും? നമുക്ക് എങ്ങനെ സുഖിക്കാൻ പറ്റും? ലോകം അവസാനിച്ചു എന്നതിന്റെ അടയാളങ്ങളിൽ ഇനിയിപ്പോ വ്യക്തമായി നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ദജ്ജാലും യജൂജും മഅജൂജും ദാബത്തുൽ അർളും ഈസാ നബിയും മഹദി ഇമാമും പടിഞ്ഞാറ് സൂര്യോദയം, ഈ 6 ഇനി വരാനുള്ളൂ എന്നാ തോന്നുന്നത്. ബാക്കിയെല്ലാം കാരണം നബിതങ്ങൾ പറഞ്ഞു 4 കലാപങ്ങൾ എനിക്ക് ശേഷം ഉണ്ടാവും. 4 യുദ്ധങ്ങൾ, 4 കലാപങ്ങൾ, 4 ഭീകര അന്തരീക്ഷങ്ങൾ. അതിൽ ഒന്ന് യുസ്തഹല്ലു ഫീഹ ദിമാഉ, രക്തം ചിന്തപ്പെടും. വന്നില്ലേ? എത്ര കലാപങ്ങൾ നടന്നു, വർഷങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നു. രണ്ടാമത് യുസ്തഹല്ലു ഫീഹ ദിമാഉ വൽ അംവാലു, നിങ്ങളുടെ രക്തം ചിന്തപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്ന കാലമുണ്ടാകും. അതും വന്നില്ലേ? 6,000, 7,000, 8,000, 10,000 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായി പല കലാപങ്ങളിലും മുസ്ലിം സമുദായത്തിൽ. മൂന്നാമത് നബി തങ്ങൾ പറഞ്ഞു യുസ്തഹല്ലു ഫീഹ ദിമാഉ വൽ അംവാലു വൽ ഫുറൂജു, നിങ്ങളുടെ രക്തം ചിന്തപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ധനം കൊള്ളയടിക്കപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ പെൺമക്കൾ, നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ ഉമ്മമാർ ക്രൂരമായിട്ട് ബലാത്സംഗത്തിനിരയാക്കപ്പെടുമെന്ന് പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഗുജറാത്ത് കലാപത്തിൽ തന്നെ എത്രയോ സഹോദരിമാർ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ബലാത്സംഗം ചെയ്യപ്പെട്ടു പോയി. നാലാമത് നബി തങ്ങൾ പറഞ്ഞു ഇനി ഒരു ദുരന്തം നിങ്ങൾക്ക് വരാനുണ്ട്. അത് കണ്ണും കാതുമില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ അവാച്യവും അനിർവചനീയവും അചിന്തനീയവുമാണ്. അത് പറയാൻ പറ്റൂല, വിവരണാതീതമാണ്. അതല്ലേ ഇനി വരാനുള്ളൂ? അങ്ങനെ ഒരു കലാപോലി ഇനി വരാനുള്ളൂ. അപ്പൊ ലോകം അവസാനിക്കാറായില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് മുമ്പിൽ ഇനിയുള്ള ഒരു പോംവഴി, ലോകം അവസാനിക്കുന്നതിനെ പറ്റി റസൂലുള്ള പഠിപ്പിച്ചപ്പോ കൈഫ അൻഉമു, എനിക്ക് എങ്ങനെ സുഖിക്കാൻ പറ്റും, എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, സഹാബത്തെ എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? വസാഹിബുൽ ഖർനി ഖദിൽ തഖമൽ ഖർന വഹന ജബ്ഹതഹു യസ്തമിഉ മതാ യുമറു ഫയംഫുഖു. ഓട്ട മത്സരത്തിന് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ വരച്ചിരിക്കുന്ന ലൈനിൽ തങ്ങളുടെ തള്ളവിരലുകൾ ചേർത്തു വെച്ച് തങ്ങളുടെ തള്ളവിരലിലേക്ക് നോക്കി കുനിഞ്ഞു നിൽക്കുകയാണ്. എപ്പോഴാണ് മാസ്റ്ററുടെ വിസിലിന്റെ ശബ്ദം കേൾക്കുക, അപ്പോൾ ഓട്ടം ആരംഭിക്കാൻ. കാരണം തിരിഞ്ഞും പിരിഞ്ഞും കൈയടിക്കുന്നവരെ നോക്കി നിന്നാൽ മാസ്റ്റർ വിസിലൂതുമ്പോഴേക്കും ബാക്കിയുള്ളവർ ഓടിപ്പോകും. അതുകൊണ്ട് ഈ തള്ളവിരലിലേക്ക് നോക്കി നിൽക്കുന്ന മത്സരാർത്ഥിയെ പോലെ അള്ളാഹു സൃഷ്ടിച്ച നാള് മുതൽ ഖദിൽ തഖമൽ ഖർന, നശീകരണായുധമെന്ന സൂറിനെ ചുണ്ടോട് ചേർത്ത് വെച്ചിരിക്കുന്നു. വഹന ജബ്ഹതഹു, നെറ്റിത്തട കുനിച്ചു നിൽക്കുകയാണ് ഇസ്രാഫീൽ. പഠിച്ചോളെ, ജിബ്രീലിന് ജോലി കൂടുതലാണ്. എല്ലാ പ്രവാചകന്മാർക്കും വഹി കൊടുക്കണം. അപ്പൊ പ്രവാചകന്മാരൊന്നും ഇല്ലല്ലോ, ഇപ്പൊ എങ്ങനെ വഹി കൊടുക്കും? ശരിയാണ്. പക്ഷെ ലൈലത്തുൽ ഖദറിൽ നമ്മളെ മുസാഫഹത്ത് ചെയ്യാൻ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് 27 രാവിന് ആള് കൂടുന്നത്, അല്ലാതെ പൊറോട്ട ഇറച്ചി തിന്നാൻ വേണ്ടിയിട്ടല്ല. അത് നിങ്ങൾ ശവ്വാലിൽ വെച്ച് നോക്കി ആരും കയറൂല. റമളാനിൽ 27 രാവിന് ആള് കൂടുന്നത് എന്തുകൊണ്ടാണ്? കഞ്ഞി കുടിക്കാന്, ബിരിയാണി കഴിക്കാന് ഒന്നുമല്ല. ഞങ്ങളൊക്കെ പണ്ട് പട്ടിണി കിടന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഞങ്ങൾക്ക് അങ്ങനെയാണ് ആഗ്രഹം. ഞങ്ങൾ ആദ്യം 5 മണിയാകുമ്പോൾ പള്ളിയിൽ പോകും. പള്ളിയിൽ പോയി നോക്കും, ഒരു ചെമ്പെന്നല്ലേ ഇവിടെ പറയാ, ഈ കഞ്ഞി വെക്കുന്ന സാധനം വാർപ്പ, ഒരു വാർപ്പ, ഈ ചോറ് വെക്കുന്ന ബിരിയാണി വെക്കുന്ന വാർപ്പ്, ഒരു വാർപ്പ് മാത്രം
തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കഞ്ഞി മാത്രമേ ഉള്ളൂ. അതേസമയം 3 എണ്ണം കത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് റസൂലുള്ള പറഞ്ഞു അങ്ങനെ നോക്കിയിരിക്കാൻ. നമ്മളൊക്കെ പിറ കാണാൻ വേണ്ടി പള്ളിയിൽ കൂടി, എന്റെ പള്ളിയിലാണ് കൂടുന്നത് തിരുവനന്തപുരത്ത്, പിറ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഈ ജുമയ്ക്ക് വരുന്ന ആളെ കണ്ടിട്ടില്ലേ? ഏറ്റവും ആദ്യം വരും, ആദ്യം വന്നിട്ട് ഏറ്റവും പുറകിൽ പോയിരിക്കും. അതുപോലത്തെ മരമണ്ടന്മാർ ലോകത്ത് വേറെ ആരുമില്ല. ഏറ്റവും പുറകെ പോയി ചാരിയിരിക്കും അല്ലേ? രാവിലെ വരും, എന്നിട്ട് ഏറ്റവും പുറകിൽ പോയിരിക്കും. മിമ്പറിൽ നിന്ന് ഖതീബ് ഇറങ്ങുന്ന സമയത്ത് വരുന്ന ആളുകളുണ്ട്. ഇവരുടെയൊക്കെ പെടലി ചവിട്ടി ചവിട്ടി അവന് നേരെ ഫ്രണ്ടിൽ വന്ന് നല്ലതുപോലെ ഇബാത്ത് ചെയ്ത് 1-ാം സഫീക്കിനെ കൂലിയും മാറ്റുണ്ടാവും, അങ്ങ് പോകും. ഈ രാവിലെ വന്നവനോ അവൻ മണ്ടായി. ഇതല്ലേ ഇപ്പൊ നടക്കുന്നത്? നമ്മൾ ഇനിയും ഉണരേണ്ടതുണ്ട്. നമ്മൾ ഉറങ്ങിക്കിടക്കുക, ഇപ്പോഴും നമ്മൾ ഉണർന്നിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവരാണ്. നേരെ ഒന്ന് തിരിച്ചു ചിന്തിക്കണം അല്ലേ? രാത്രി എപ്പോഴും ദ്വാരക്കും, രാത്രി പടച്ചോനെ കഷ്ടപ്പാട് ദാരിദ്ര്യമൊക്കെ മാറ്റിത്താ അല്ലാഹ്, എന്റെ സങ്കടങ്ങളൊക്കെ മാറ്റിത്താ അല്ലാഹ്. ദുആയൊക്കെ ചെയ്ത് നിസ്കരിച്ച് തഹജ്ജുദ് സുബഹിയൊക്കെ നിസ്കരിച്ച് വീട്ടിൽ പോയി കാപ്പി കുടിച്ചിട്ട് നേരെ പോകുന്ന പഞ്ചായത്ത് ഓഫീസിലാണ്. എന്നിട്ട് പറയുന്നത് എന്താ? എന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ആക്കിത്താ, എന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ആക്കിത്താ എന്ന് പറയുന്നു. അപ്പൊ ഇതേതാ? നമ്മളെപ്പോഴും മുകളിലോട്ട് നിൽക്കാൻ ആഗ്രഹിക്കണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. സ്വാഹിബുൽ ഖർൻ എന്ന് പറഞ്ഞാൽ വശീകരണായുധത്തിന്റെ ഡ്യൂട്ടിയുള്ള മലക്ക് ഇസ്രാഫീൽ. മീകായിലിനും ജോലി കൂടുതലുണ്ട്. മഴ, ഇടി, മിന്ന്, കാറ്റ്, വെള്ളം, തീ, ഇതിന്റെ ഒക്കെ ഡ്യൂട്ടി അള്ളാഹു കൊടുത്തത് മീകായിലിനാണ്. എന്നാ പിന്നെ അസ്രായിലിനോ ഡ്യൂട്ടി കൂടുതലാണ്. എല്ലാരെയും മരിപ്പിക്കണമല്ലോ. പിന്നെ അങ്ങനെയാണെങ്കിൽ മുങ്കർ നക്കീറിനോ, ഈ കടക്കുന്നവരെയൊക്കെ പോയി ചോദിക്കണ്ടേ? അപ്പൊ റഖീബ് ഇതിനോ എപ്പോഴും ജോലിയാണ്. കാരണം കൂടെ നടക്കുകയാണ്. എന്നാ പിന്നെ റിളുവാൻ എന്ന മലക്കിനോ ഡ്യൂട്ടി കൂടുതലാണ്. കാരണം ഇപ്പോഴേ സ്വർഗം പടയ്ക്കപ്പെട്ടില്ലേ? സ്വർഗം അന്ന് പടച്ചു കൊണ്ടുവരുന്നതല്ല. അതാര് ചിന്തിച്ചു പോകല്ലേ? സ്വർഗം നിലവിൽ പടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് റജബ് മാസം 27 പാതിരാത്രിയുടെ നിശബ്ദതയിൽ അഷ്റഫുൽ ഖൽഖ് സ്വർഗം കണ്ടത്. ആ സ്വർഗത്തിന്റെ പാറാവുകാരനായി റിളുവാൻ എന്ന മലക്ക് എല്ലാ റമളാനിലും ആ സ്വർഗത്തിനെ ഇങ്ങനെ അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാ. ഈ പള്ളി എന്തിനാ അലങ്കരിക്കുന്നത്? പള്ളി പൂട്ടിയിട്ടിരുന്നാ പിന്നെ അകത്തൊന്നും അലങ്കരിക്കണ്ടല്ലോ. വീട് പൂട്ടിയിരിക്കുകയാണെങ്കിൽ അകത്ത് പെയിന്റ് അടിക്കണ്ടല്ലോ. പക്ഷേ സ്വർഗത്തിൽ ആരുമില്ല. എന്നാലും ആ സ്വർഗത്തെ കൊല്ലം തോറും അല്ലാഹു അതിനെ അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാ. എന്നാ മാലിക് എന്ന മലക്കിനോ നരകത്തിന്റെ ഡ്യൂട്ടിയാണ്. നരകത്തിൽ ഇങ്ങനെ തീ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നിലവില്. അതിന്റെ എല്ലാ നിയന്ത്രണവും എല്ലാം ഏറ്റെടുത്തിട്ടുള്ള മാലിക് എന്ന മലക്ക. ആ മാലാകമാരുടെ ഡ്യൂട്ടി കുറഞ്ഞ ഒരേ ഒരു മലക്ക് ഇസ്രാഫീൽ. ഡ്യൂട്ടി കുറവാണെങ്കിലും കനപ്പെട്ട ജോലിയാ. ഈ കാണുന്ന ലോകം മുഴുവനും നശിപ്പിക്കാൻ കഴിയത്തക്കവണ്ണം നശീകരണായുധം ചുണ്ടിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ നിലത്തെ കുനിച്ചു നിൽക്കുകയാണ്. എപ്പോഴാണ് റബ്ബിന്റെ കൽപ്പന? സാഹിബു കുന്നാണ് അല്ലാഹ്. കാഫിന്റെയും നൂനിന്റെയും ഇടയിൽ പ്രവർത്തിക്കുന്നവനാ. ഇദാ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. സൂറത്ത് യാസീൻ. അല്ലാഹ് പറഞ്ഞത്, അല്ലാഹ് എന്തെങ്കിലും ഒന്ന് ഉദ്ദേശിച്ചാൽ അവന്റെ ഖുദ്റത്ത്, അവന്റെ ഇറാദത്തുമായി ലിങ്കായാൽ പെട്ടെന്ന് തന്നെ അല്ലാഹു തആല സാഹിബു കുന്നാണ്, കാഫിന്റെയും നൂനിന്റെയും ഇടയിൽ പ്രവർത്തിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ കുൻ, നീ ആകു, ഫയകൂൻ അതാവുകയാണ്. അല്ലാതെ കൂടുതൽ താമസമൊന്നുമില്ല. അപ്പോഴാണോ റബ്ബിന്റെ കൽപ്പന വരുന്നത്? ആ സമയത്ത് ഊതാൻ വേണ്ടി ഇങ്ങനെ ജാഗ്രതയോടെ സാഗൂതം കേട്ട് നിൽക്കുന്ന ഇസ്രാഫീൽ എന്ന മലക്ക് ഇങ്ങനെ നിൽക്കുമ്പോ എനിക്ക് എങ്ങനെ സുഖിക്കാൻ പറ്റും? സഹാബ ചോദിച്ചത് നബിതങ്ങളാണ്. എനിക്കെങ്ങനെ സുഖിക്കാൻ പറ്റും? കാലിന് നീരി വന്നത് ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചപ്പോ പറഞ്ഞു, വീട്ടിൽ ഈത്തപ്പഴമല്ലാതെ മറ്റൊരു കറുപ്പില്ല, പച്ചവെള്ളവും ഈത്തപ്പഴവും അല്ലാത്ത മറ്റൊരു കറുപ്പില്ല. ആ ഘട്ടത്തിലും നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് എങ്ങനെ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ പറ്റും? സഅദ് റളിയല്ലാഹു അൻഹു ആണോ അനസ് തങ്ങളാണോ എന്ന് എനിക്കറിയില്ല. രണ്ടാലൊരാൾ കയ്യിൽ ഇറച്ചിയുമായിട്ട് വന്നപ്പോൾ നബി തങ്ങളെ കണ്ടപ്പോൾ പുറകിലേക്ക് ഒളിപ്പിച്ചു വെച്ചു. ചോദിച്ചു, എന്താ അനസേ, അല്ലെങ്കിൽ എന്താ സഅദേ നിന്റെ കയ്യിലുള്ളത്? ആ സമയത്ത് പറഞ്ഞു, നബിയേ ഇത് കുറച്ച് ഇറച്ചിയാ നബിയേ. എന്താ ഇപ്പൊ നിനക്ക് ഇറച്ചി തിന്നാൻ ഒരു കൊതി? ഒരുപാട് ദിവസം കൊണ്ട് മനസ്സിന് വല്ലാത്തൊരു പൂതി നബിയെ, കുറച്ച് ഇറച്ചി കഴിക്കണമെന്ന്. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, മനസ്സാഗ്രഹിക്കുന്നതൊക്കെ നീ അങ്ങ് അതിന് വണങ്ങിക്കൊടുക്കുകയാണോ?
മനസ്സ് കൊതിക്കുന്നതിനൊക്കെ നീ അങ്ങ് അനുസരിച്ചു കൊടുക്കുകയാണോ? മനസ്സ് കൊതിക്കുന്നതിന് വിരുദ്ധമായിട്ടല്ലേ പ്രവർത്തിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച നബിതങ്ങൾ ചോദിക്കുന്നു, കൈഫ അൻഉമു, എനിക്ക് എങ്ങനെ സുഖിക്കാൻ പറ്റും, എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും, എനിക്ക് എങ്ങനെ ഉല്ലസിക്കാൻ പറ്റും, എനിക്ക് എങ്ങനെ സല്ലപിക്കാൻ പറ്റും? കാരണം ഇസ്രാഫീൽ ഇങ്ങനെ ഊതാൻ വേണ്ടി കാത്തു നിൽക്കുകയല്ലേ അലൈഹിസ്സലാം. ആ സമയത്ത് ഇതിന്റെ തീവ്രത മനസ്സിലാക്കിയിട്ട് സഹാബത്ത് ചോദിച്ചു, നബിയെ അങ്ങനെ വന്നാൽ നമ്മൾ എന്താ പറയേണ്ടത്? അങ്ങനെ ഒരു അവസ്ഥ നമ്മളുള്ളപ്പോഴാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്തു പറയണം? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അലയൊലികൾ നിങ്ങൾ കണ്ടാൽ, അക്രമകാരിയായ ഭരണാധികൾ രാജ്യം ഭരിക്കുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അങ്ങനെ ഒരു ഘട്ടം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പറയണം, ഖൂലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്ക്, രാജ്യം ഭരിക്കുന്നവരെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ ചുണ്ടിൽ ലഅനത്തുല്ലാഹി അലൈഹി പറയരുത്. അത് നമുക്ക് അല്ലാഹു അനുവാദം തന്നിട്ടില്ല. നമ്മൾ അത്രയും വലിയ ജിഹാദ് നടത്തി അത്രത്തോളം അങ്ങോട്ട് രക്തവും തിളപ്പിക്കാനും വേണ്ട, ലഅനത്തുല്ലാഹി അലൈഹി എന്ന് നമ്മൾ പറയണ്ട. എന്നാ പിന്നെ ചില ആളുകൾ പറയുമ്പോൾ റളിയല്ലാഹു അൻഹും പറയണ്ട. ചില കുട്ടികൾ പറയുന്നത് പോലെ, കുട്ടിയായാലും വലുതായാലും നമ്മൾ അതൊന്നും പറയാൻ നിൽക്കണ്ട. നമ്മൾ എന്തു പറയണം? പ്രധാനമന്ത്രിയുടെ പേര് കേൾക്കുമ്പോൾ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. കാരണം നബി തങ്ങൾ പറഞ്ഞത്, ഈ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നിങ്ങൾ കണ്ടാൽ ഫഖൂലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഒരുത്തനും ഒന്നും ചെയ്യൂല അതിന്റെ പേരിൽ. കാരണം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഹബീബ് പറഞ്ഞിട്ടാ, നമ്മുടെ റസൂല് പറഞ്ഞിട്ടാ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ റിപ്പോർട്ടർമാരെ സഹിതം പറഞ്ഞത് ബുഖാരിയിലുണ്ടെന്ന്. ഇനിയിപ്പോ അങ്ങനെ ചോദിക്കണ്ടല്ലോ, ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ, അബൂദാബിൽ നസായിലുണ്ടോ, അങ്ങനെ ചോദിച്ചടക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ അങ്ങ് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും കൂടെ പാഠമാകട്ടെ എന്ന് വെച്ചിട്ട്. അതുകൊണ്ട് ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നമുക്കറിയാൻ പറ്റുമ്പോഴൊക്കെയും നമ്മൾ എന്തു വേണം? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ പറയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത്തെ മാതൃക ഇബ്രാഹിം നബിയാണെങ്കിൽ ഇനി രണ്ടാമത്തെ മാതൃക ആരാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എപ്പോഴാണത് പറഞ്ഞതെന്നറിയോ? ഹിജ്റ 2ാമത്തെ വർഷം റസൂലുള്ളാഹിന്റെ 55ാമത്തെ വയസ്സിൽ ബദർ നടക്കുകയാ. 56ാമത്തെ വയസ്സിൽ അഥവാ ഹിജ്റ 3ാം കൊല്ലം ഉഹദ് നടക്കുകയാ. ഉഹദില് പരാജയപ്പെട്ട അബൂ സുഫിയാൻ മടങ്ങുമ്പോൾ അബൂ സുഫിയാൻ റസൂലുള്ളാഹിയോട് സഹാബത്തിനോട് പറയുകയാണ്, എടോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എടോ മുഹമ്മദേ, അടുത്ത കൊല്ലം ബദറിൽ നിന്നെ കണ്ടോളാടാ. ഭീഷണി മുഴക്കി, എടുത്തോളാടാ, നിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞു. എപ്പോഴാ? അടുത്ത കൊല്ലം. അടുത്ത കൊല്ലം. യുദ്ധം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ഒരു വർഷത്തെ സമ്പാദ്യം മൊത്തത്തിൽ തീരും. എന്താ കരുതിയത്? ബദർ എന്ന് പറയുന്നത്, ബദർ യുദ്ധം നടക്കുന്നതിന് മുമ്പ് വരെയും കാർഷിക ചന്തയായിരുന്നു, മേളയായിരുന്നു, കച്ചവട മേള അല്ലേ? കച്ചവട മേള. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ മേള നടക്കുമ്പോഴത്തെ ഒരു മേളയായിരുന്നു ഈ ബദർ. പിന്നീടാണ് ആ ബദറിന് പോരിശ ഉണ്ടായത്. ഇന്ന് ആ ബദറിൽ ചെന്നാൽ അറിയാതെ നമ്മുടെ ഹൃദയത്തിന് പിടപിടയ്ക്കും. അവിടെയല്ലേ മലക്കുകൾ ഇറങ്ങിയത്, അവിടെയല്ലേ ധീരോദത്തമായ ഇസ്ലാമിന്റെ പോരാട്ടത്തിന്റെ പ്രഥമ പോരാട്ടം നടന്നത്, അവിടെയല്ലേ സഹാബാക്കളുടെ അത്ഭുതമായ അവരുടെ പെർഫോമൻസ് ഉണ്ടായത്, അവിടെ നിന്നല്ലേ നമുക്ക് നിസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത്, അവിടെ നിന്നല്ലേ നോമ്പ് പിടിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത്. ആ ബദർ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഉണ്ടാകുമോ? ബദരീങ്ങളെ സ്മരിക്കാതെ നമുക്ക് എന്ത് ജീവിതം? അവരില്ലെങ്കിൽ നമ്മളില്ലല്ലോ. ബദർ യുദ്ധത്തിന്റെയും ഉഹദ് യുദ്ധത്തിന്റെയും കഴിഞ്ഞു പോകുമ്പോ അവര് പറഞ്ഞു, എടാ മുഹമ്മദ് അടുത്ത കൊല്ലം കാണാടാ ബദറില്. നബി തങ്ങൾ പറഞ്ഞു, പോടാ നിന്റെ ജോലി നോക്കി. സഹാബാക്കൾ പറഞ്ഞു, പോടാ, കിട്ടിയില്ലേ, പൊയ്ക്കോ. ഇന്ന് ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? നബി യുദ്ധവീരനാണ്, യുദ്ധക്കൊതിയനാണെന്ന്. അങ്ങനെ പറയുന്നവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്താണെന്നറിയോ? സഹോദരിമാരൊക്കെ ഇപ്പൊ സഹോദരിമാരല്ലേ കൂടുതൽ, ഇപ്പൊ രംഗത്തൊക്കെ സഹോദരിമാരാ. ഞാൻ അതിന്റെ നല്ല വശോ മോശവശോ ഇറങ്ങണോ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പണ്ഡിതനല്ല. അത് പറയേണ്ടത്, ഫത്വ കൊടുക്കേണ്ടത് ഇവിടുത്തെ ഉലമാക്കളാണ്. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയില്ല. എനിക്കൊന്നു പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളോട് ആരെങ്കിലും നിങ്ങളുടെ നബിതങ്ങൾ വലിയ യുദ്ധക്കൊതിയനായിരുന്നല്ലോ, നിങ്ങൾ ചിന്തിക്കും, ശരിയാണല്ലോ, യുദ്ധമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ കാരുണ്യത്തിന്റെ നബി എന്നൊക്കെ പറയുകയും ചെയ്യണല്ലോ. എങ്ങനെ ഈ അല്പബുദ്ധിയുള്ളവർ അങ്ങനെയൊക്കെ ചിന്തിക്കും എന്നാ അവരോട് എനിക്ക് പറയാനുള്ളത്. ഉറക്കം വരുന്നില്ലല്ലോ. ബദർ എവിടാ? മദീനയെന്ന് 150 കിലോമീറ്റർ. മക്കയെന്നാണെങ്കിലോ ഇവിടെ മക്ക, ഇവിടെ മദീനയാണെങ്കിൽ അപ്പൊ നബിതങ്ങൾ അങ്ങോട്ട് പോയോ? അവർ ഖന്തക്ക്, അത് മദീനയുടെ മുറ്റത്താ. നബിതങ്ങൾ കൈ കൊണ്ട് ഇങ്ങനെ തടുത്തിട്ട് പോലും
ഈ കുതിര ഓടുമ്പോൾ ശിരസ് എന്നിട്ട് പാറയിലും പർവ്വതങ്ങളിലും തല്ലി തകർന്ന് തലച്ചോറ് ചീട്ടിയിട്ട് മരിച്ചുപോയി സഹാബത്ത്. നബിതങ്ങളെ സുജൂദിൽ കിടക്കുമ്പോ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാലകൾ കൊണ്ടുവന്ന തലയിലിട്ടു. എഴുന്നേക്കാൻ പറ്റിയില്ല. ഹിജ്ർ സുബഹിലകത്ത് നിസ്കരിക്കുന്ന നബിതങ്ങളുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഓടി വന്നിട്ട് പിടിച്ചില്ലായിരുന്നെങ്കിൽ നബിതങ്ങളെ കൊല്ലുമായിരുന്നു. സുമയ്യ റളിയല്ലാഹു അൻഹയെ മലത്തി കിടത്തിയിട്ട് ഗുഹ്യഭാഗത്ത് ഇരുമ്പ് കമ്പി കുത്തിക്കയറ്റി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അടിച്ചൊടിച്ചു തീയിട്ട് നശിപ്പിച്ചു കൊന്നുകളഞ്ഞു. സഹാബാക്കളെ മുഴുവനും ഇങ്ങനെ ഭീകരമായ നിലയിൽ അവരെ സഹാബാക്കളെ ക്രൂരമായിട്ട് കൊന്നൊടുക്കിയിട്ടും പ്രതികരിച്ചില്ല. കാരണം ഒന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല അടിക്കാൻ, അല്ലാഹ് നമ്മളോട് അടിക്കാൻ പറഞ്ഞിട്ടില്ല. 2 ഇത് പരിശുദ്ധ ഹറമാണ്, നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. മൂന്നാമത്തേത് സമാധാനമല്ലേ വലുത്, ഒരാൾ അടിക്കലല്ലോ, സമാധാനമല്ലേ വലുത് എന്നാഗ്രഹിച്ചു. ഇന്ന് നിങ്ങൾ നോക്ക്, നമ്മുടെ പള്ളിയിൽ ഉപയോഗമില്ലാതിരിക്കുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് ഇബാദത്തിന്റെ വിഷയത്തിൽ ഉപയോഗമുണ്ട്, പക്ഷെ ആളുകൾ അറിയുന്നത് പോലുള്ള ഉപയോഗം, അതിന്റെ പേരിന്റെ ഉപയോഗം ഇല്ലാത്ത ഒരെണ്ണമുണ്ട് പള്ളിയിൽ. എന്താ? വാള്. ഇമാം ഏത് കയ്യിലാ പിടിക്കുന്നത്? നിങ്ങൾ ജുമയ്ക്ക് പോയിട്ടുള്ളവർ, മിമ്പർ നിൽക്കുന്ന കണ്ടിട്ടുള്ളവർ, യാദൃച്ഛികമായിട്ട് കണ്ടിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അറിയാം എവിടെയാണ് ഏത് കയ്യിലാ പിടിക്കുന്നത്. ഇടത്തെ കയ്യില്. മനുഷ്യന്റെ 2 കരങ്ങളിൽ ഏറ്റവും ശക്തിയുള്ള കൈ ഏതാ? വലത്തെ കയ്യാ. വലത്തെ കയ്യിലല്ല വാള് പിടിക്കേണ്ടത്, ഇടത്തെ കയ്യിലാണ്. വാളെന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ചുമ്മാ അല്ല എന്റെ ഇക്ക വന്നിട്ട് എന്നെ കുരിച്ചിർത്തി ഇടിക്കുന്നത്, ഇത് ഇമാമ് കാണിച്ചു കൊടുത്തിട്ടല്ലേ, അങ്ങനെ ചിന്തിക്കണ്ട. പഴം വെട്ടിയാൻ പോലും മുറിയില്ല. പഴുത്ത പഴയില്ലേ, നല്ല പഴുത്തൊലഞ്ഞ പഴം, അതിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ പോലും അത് മുറിയാത്ത വാളാ. എന്റെ പള്ളിയിരിക്കുന്ന വാള് കണ്ട നല്ല വാളാ, പക്ഷെ അത് തടിയാ. ഞാൻ ഈ 95 കിലോ ഉണ്ട്, ഇങ്ങനെ അങ്ങോട്ട് നിന്ന് തീർന്നത്. അപ്പൊ അത് വാളെന്നുള്ളൊരു പേരാണ്. ഒരു വടിയോ വാളോ എന്തെങ്കിലും ആശ്രയിച്ച് നിൽക്കുന്ന സുന്നത്താണ്. അപ്പോ ഈ വാള് പിടിക്കുന്ന ഇടത്തെ കയ്യിലാണ്, ശക്തി വലത്തെ കൈക്കാൻ. പക്ഷേ ഇസ്ലാം പഠിപ്പിച്ചു, നിങ്ങളുടെ ശക്തിയുള്ള കയ്യിൽ വാളല്ല പിടിക്കേണ്ടത്, മറിച്ച് പരിച. നിങ്ങൾക്ക് ആരെയും കൊല്ലൽ ലക്ഷ്യമല്ല മക്കളെ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ, നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ, നിങ്ങൾക്ക് പരിച. വേണ്ടി വന്ന ശക്തി കുറഞ്ഞ കയ്യിരിക്കുന്ന വാള് കൊണ്ടൊന്ന് കീന്തി കൊടുത്തേക്ക്, വേറെന്ത് ചെയ്യാനാ? അത് അനുവാദം കിട്ടിയത് മദീനത്ത് വന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ്. ഇനിയും നിങ്ങൾ മടിച്ചു നിൽക്കണ്ട, തിരിച്ചടിച്ചോ ബദറിൽ. അപ്പോഴാണ് ബദർ യുദ്ധം തുടങ്ങിയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ടും മദീനയിൽ വന്നിട്ടും ജീവിക്കാൻ അനുവദിച്ചില്ല. വീണ്ടും അവർ തുടങ്ങിയ അക്രമം, അങ്ങോട്ട് വീണ്ടും വന്നു. നിൽക്കൂലല്ലോ. ഈ അണയാൻ പോണത്തി ആളിക്കത്തെന്ന് പറയുന്നത് പോലെ കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ ചൊറിച്ചിൽ നിൽക്കൂല. അങ്ങനെ വീണ്ടും ചൊറിഞ്ഞ് എല്ലാം വാങ്ങി. അങ്ങനെയാണ് ഉഹദിലും വന്ന് തോറ്റ് തുന്നം പാടിയ ഈ കൂട്ടര് പറഞ്ഞു, അടുത്ത വർഷം ബദറിൽ കാണാടാ. വീണ്ടും വെല്ലുവിളിക്കാൻ പോടാ, നിന്റെ ജോലി നോക്കിയെന്ന് പറഞ്ഞു. പിറ്റേ കൊല്ലാറ്റി. അവർക്കൊരു പ്രത്യേകത ഉണ്ടെന്നറിയോ? അവര് ദുരഭിമാനികളാണ്. അവരൊരിക്കലും വെല്ലുവിളിച്ചാൽ അത് മരിച്ചാലും വേണ്ടൂല, അത് പാലിക്കുന്നവരാണ്. പക്ഷേ ആ വർഷം മക്ക മുഴുവനും ദാരിദ്ര്യം പിടിപെട്ടു. മദീനയിൽ കുഴപ്പമൊന്നുമില്ല, മക്ക മുഴുവനും ദാരിദ്ര്യം, ക്ഷാമം, ഒന്നിനും ആർക്കും പൈസയില്ല, ഒന്നുമില്ല. അബൂ സുഫിയാൻ വിളിച്ചിട്ട് പറഞ്ഞു, എന്ത് ചെയ്യും? നമ്മൾ വെല്ലുവിളിച്ചിട്ട് വന്നേല്ലേ, ആ ബദറിന്റെ ശഅബാൻ എത്താൻ പോകുന്നു, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം. നുഐം ബിൻ മസ്ഊദ് എന്ന് പറയുന്ന ഒരുത്തനെ വിളിച്ചിട്ട് കുറച്ച് ചില്ലറ കൊടുത്തു. ചില്ലറ വാങ്ങുന്നവർ അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില്ലറ വാങ്ങുന്നവരൊക്കെ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുക. ചില്ലറ വാങ്ങുന്ന ചില ആളുകൾ വെള്ളമൊക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുക, അല്ലേ? ആളെ മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഇറങ്ങിയ കൂട്ടത്തിൽ നുഐം ബിൻ മസ്ഊദ് എന്ന് പറയുന്ന ഒരുത്തനും വന്നിട്ട് എന്താ പറഞ്ഞേ? അബൂ സുഫിയാൻ പറഞ്ഞു, നീ ചെന്നിട്ട് പറയണം, ഇവര് ആകെ പടയെടുത്ത് വരാൻ പോവാൻ, നിങ്ങളെ നശിപ്പിക്കും, അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് മാറ്. മുഹമ്മദ് നബിയോട് സഹാബത്തിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ. അങ്ങനെ അവര് വന്നിട്ട് ഇങ്ങനെ വീമ്പിളക്കി മാർക്കറ്റുകളിലും ചന്തകളിലും പള്ളികളിലും ഒക്കെ വന്നിട്ട് പറഞ്ഞു, അബൂ സുഫിയാനും പരിവാരങ്ങളും അമ്പമ്പോ എന്ത് യുദ്ധസന്നാഹങ്ങളുമായിട്ടാ നിൽക്കുന്നത് ഇങ്ങോട്ട് വരാൻ, അതുകൊണ്ട് നിങ്ങൾ മാറാ, അതാ നിങ്ങൾക്ക് നല്ലതെന്നും പറഞ്ഞിട്ട് വന്നിട്ട് ഉപദേശം തുടങ്ങി. അപ്പോഴെന്താ? അള്ളാഹ് തന്നെ പറയട്ടെ, നമ്മൾ പറയണ്ടല്ലോ. അള്ളാഹ് തന്നെ പറയട്ടെ, അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ.
അല്ലാഹു പറയുകയാണ് അല്ലദീന ഖാല ലഹുമുന്നാസ്. നുഐം ഇബ്നു മസ്ഊദ് പറഞ്ഞു, എന്താ ഇന്നന്നാസ ഖദ് ജമഊ ലക്കും. അബൂ സുഫിയാൻ പടയെടുത്ത് വരികയാണ്, ആയുധങ്ങളുണ്ട്, ആൽബലമുണ്ട്, അവർ 2000-ഓളം വരുന്ന ആളുകളുണ്ട് എന്നെല്ലാം പറഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടത്തെ സഹാബത്തിനും നബിതങ്ങൾക്കും എന്താ സംഭവിച്ചതെന്നറിയോ? ഫസാദഹും ഈമാനാ. അല്ലാഹു വാരിയല്ല് കൊണ്ട് മൂടിയ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാൻ ഇങ്ങനെ നിറച്ചു കൊടുക്കുകയാ. അവര് പറഞ്ഞു, വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇതങ്ങ് പറഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങൾ 1500 സഹാബത്തിനെ നിർത്തി. അതിനു മുമ്പ് നടന്ന ബദർ, 2 കൊല്ലം മുമ്പ് നടന്ന ബദറിൽ 313 ശത്രുക്കളുടെ കൂട്ടത്തിൽ 1000 ഇപ്പോഴോ അവര് 2000 ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ 1500 സഹാബത്തിനെ പിടിച്ചോ. ഈ 1500 സഹാബത്തുമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണേ, ബദറിലേക്ക് പോവുകയാണ്, ബദറിലേക്ക് പോവുകയാ. ആ ബദറിലേക്ക് എത്തിയ താമസത്തിലെ വിവരം അറിഞ്ഞു അബൂ സുഫിയാൻ 1500 സഹാബത്തുമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ ബദറിലുണ്ടെന്നറിഞ്ഞപ്പോൾ അവര് യാത്ര ചെയ്ത് വന്നു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ സദസ്സ് കൂടിയിട്ട് അബൂ സുഫിയാൻ പറഞ്ഞു, ചെന്ന് ചാടിക്കൊടുത്ത പ്രശ്നമാണ്. 1000 പേര് നമ്മൾ ഉണ്ടായിട്ട് 313 പേര് അവര് ജയിച്ചില്ലേ. അതുകൊണ്ട് തൽക്കാലം നമുക്കിപ്പോ പോണ്ട, നമുക്ക് പിന്നൊരവസരത്തിലാകാം. നാണക്കേട് വന്നാലും പ്രശ്നമല്ല, ജീവനല്ലേ വലുത്. അവര് തിരിച്ചു പോവുകയാണ്. പക്ഷെ നബിതങ്ങൾ അവരെ പ്രതീക്ഷിച്ച് 1500 സഹാബത്തുമായി ബദറില് 8 ദിവസം കിടന്നു. എന്നിട്ടും അവര് വന്നില്ല. ഇവരെങ്ങനാ തിരികെ മദീനയിലേക്ക് വന്നതെന്നറിയോ? ഫൻഖലബൂ ബിനിഅമതിൻ മിനല്ലാഹി വഫളൽ ലം യംസസുഹും സൂ വത്തബഉ റിളവാനല്ലാഹ് വല്ലാഹു ദൂ ഫളലിൻ അലീം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 8 ദിവസം കൊണ്ട് നബിതങ്ങൾ അവിടെ അതുവഴി പോകുന്ന കച്ചവടക്കാരുമായിട്ട് കച്ചവടം ചെയ്തു. എന്നിട്ട് വലിയ ലാഭമുണ്ടാക്കി. സഹാബത്തും ആ നബിതങ്ങളും 8 ദിവസം ബദറിൽ നിന്ന്, അവിടത്തെ കാർഷിക മേള നടക്കുന്ന ഇടമാണ്, അവിടെ കച്ചവടം നടത്തിയിട്ട് നല്ല ലാഭവുമായിട്ട് മദീനയിലേക്ക് 9-ാം ദിവസം തിരിച്ചു പോവുകയാ. ആദ്യത്തെ ബദർ നടന്നത് പോയത് യുദ്ധത്തിനല്ല, കച്ചവടത്തിന്. നടന്നതോ യുദ്ധമാണ്. 2ാമത്തെ ബദർ പോകുന്നത് യുദ്ധത്തിനാണ്, നടന്നത് കച്ചവടമാണ്. ഈ 2ാമത് നടന്നതിന്റെ പേര് ബദർ സുഗ്റ എന്നാണ്. അത് ഹിജ്റയുടെ 4-ാം കൊല്ലമാണ്, 5-ാം കൊല്ലമാണ്. ഹിജ്റ 2-ലാണ് ബദർ, 3-ലാണ് ഉഹദ്. ഹിജ്റയുടെ 4-ാം വർഷമാണ്. റസൂലുള്ളാഹിന്റെ വയസ്സെത്രയെന്നറിയോ? പ്രിയപ്പെട്ടവരെ, 55-ലാണ് ബദർ, 56-ലാണ് ഉഹദ്, 57 വയസ്സാണ്. 1500 സഹാബത്തും നബിതങ്ങളും എല്ലാ ഭൗതികമായ സ്വത്തുക്കളുമായിട്ട് തിരിച്ചുപോയി. എന്താണ് അവർക്ക് അല്ലാഹു കൊടുത്ത പവർ എന്നറിയോ? അവര് തോറ്റു തുന്നം പാടിയത് എന്തുകൊണ്ടെന്നറിയോ? ഇവിടെ ന്യൂനപക്ഷമാരാണ് സഹാബത്താ, ഭൂരിപക്ഷമാരാണ് അവര് മക്കക്കാര്, ഖുറൈശികളാ. അവിടെ ഉള്ളതാരാണ്? അന്നത്തെ മോഡിയാ. ഇവിടെ ഉള്ളതാരാണ്? ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ മുൻതലമുറക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരെ, 2000-ഓളം വരുന്നവരുടെ മുമ്പിൽ ആവേശത്തോടെ 1500 എന്ന ന്യൂനപക്ഷം പിടിച്ചു നിന്നത് ഒരേ ഒരു മന്ത്രത്തിലാ. ആ മന്ത്രമാണ് നബിതങ്ങളുടെ മാതൃകയായി നമുക്ക് വിശദീകരിക്കാനുള്ളത്. അത് വേറൊന്നുമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫസാദഹും ഈമാനാ. അവിടെ ഈമാനങ്ങ് വർദ്ധിച്ചപ്പോ അവര് പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു തആല അൻഹുവാണ് ഇതുപോലുള്ള പ്രതിരോധത്തിന്റെ, ഇതുപോലുള്ള ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ പെടാതിരിക്കാൻ ഇജാസത്ത് കൊടുക്കുന്ന മഹാൻ. ആ മഹാനുഭാവന്റെ ഒരു ഇജാസത്തുണ്ട്, ഞാൻ പറയട്ടെ. നമുക്ക് മഹാന്മാരായ ഉലമാക്കൾ, നമ്മുടെ ഉസ്താദുമാർ തന്ന ഇജാസത്താണ്. നിങ്ങൾക്ക് ഏത് വിഷമം വന്നാലും രക്ഷപ്പെടാനുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ?
ആദ്യം ഒളു ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആദ്യം ഒരു ഫാത്തിഹ ബദരീങ്ങളുടെ പേരിൽ ഓതുക. എന്നിട്ടോ നിങ്ങൾ സൂറത്തു ആലു ഇമ്രാൻ മറക്കരുത്. ഫാത്തിഹ കഴിഞ്ഞ് ബഖറ കഴിഞ്ഞ് ആലു ഇമ്രാൻ 3-ാമത്തെ അധ്യായം അതിന്റെ 173 173-ാമത്തെ ആയത്തെടുക്കുക. അല്ലദീന ഖാല ലഹുമുന്നാസ് എന്ന ആയത്താണ്. ആ ആയത്ത് ഒരു വട്ടം ഓതുക. അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും വസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പതുക്കെ അങ്ങ് വെക്കുക. എന്നിട്ട് കൂടണ്ട കുറയണ്ട 450 പ്രാവശ്യം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ ചൊല്ലുക. ശേഷം വീണ്ടും ഖുർആൻ എടുക്കുക. അതിന്റെ തൊട്ടടുത്തുള്ള ഫൻഖലബു ബിനിഅമത്തി മിനല്ലാഹി വഫളിൽ എന്ന് പറയുന്ന ആ ആയത്ത് 3 പ്രാവശ്യം ഓതി നിങ്ങളുടെ നെഞ്ചിലേക്ക് ഒന്ന് ഊതിക്കോ. ലം യംസസുഹും സൂഉൻ, ഒരിടങ്ങേറ് നിങ്ങൾക്ക് ഉണ്ടാവൂല. ഇത് പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനാണ്. നമുക്ക് ഇജാസത്തായിട്ട് മഹാന്മാര് നൽകിയതാണ്. അനുഭവസ്ഥനാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് എന്ത് വിഷമം വരുന്നെങ്കിലും നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിക്കോളേൻ. ഇത് നിങ്ങൾ അറിവുള്ളവരും മുത്തഅല്ലിമീങ്ങളും ഉസ്താദുമാരൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ചോദിച്ചിട്ട് അവരോട് ചോദിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളേൻ. എന്ത് വിഷമം, രോഗം വന്ന് വാപ്പ ആശുപത്രിയിലാണ്, സീരിയസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ എന്ത് വേണം, പെട്ടെന്ന് ഒളു എടുക്കുക. എന്നിട്ട് നമ്മൾ അബുൽ ഹസൻ സ്വഹാബ ബദറിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ ഈ 173-ാമത്തെ ആയത്തെടുത്ത് ഒരു വട്ടം ഓതുക. 450 പ്രാവശ്യം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ കൗണ്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ 3 പ്രാവശ്യം അതിന് തൊട്ടടുത്തുള്ള ആയത്ത് ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്യും. കൃത്യമായിട്ട് രോഗം മാറിയിരിക്കും. എന്റെ പ്രിയപ്പെട്ട മാതാവിന് ഓപ്പൺ സർജറിയുടെ അന്ന്, ഞാൻ ഈ സർജറി നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഉസ്താദിനെ വിളിച്ച് കാര്യം പറയുമ്പോൾ എന്നോട് അത് ഓതിക്കോളാൻ പറഞ്ഞു. ഞാൻ ഓതി തീർന്നില്ല, ഡോക്ടർമാര് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത്ഭുതകരമായി ഓതി തീർന്നപ്പോഴേക്കും ഓപ്പറേഷൻ സക്സസ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് അനുഭവങ്ങൾ. നിങ്ങളുടെ ഏത് വിഷമമുണ്ടെങ്കിലും ആ വിഷമങ്ങൾ മാറാനുള്ള ഒരു മരുന്ന് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീലാണ്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അതുവഴി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.